അനേക പ്രതികൂലങ്ങൾ ഇന്ന് നമുക്കുണ്ടെങ്കിൽ തന്നെയും പ്രതിസന്ധികളുടെ മധ്യത്തിൽ യേശു ക്രിസ്തുവിനെ ഉയർത്തുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെട്ടാൽ പരിശുദ്ധാത്മാവായി. എൻ്റെ ഹസ്ബൻഡിനോട് പറയും, ഡാഡി ഹല്ലേലൂയ 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 എന്നവൻ പാട്ട് പാടും. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഹൃദയത്തെ സ്ട്രൈക്ക് ചെയ്തു. എന്നാൽ അതിൻ്റെ പൂർണ്ണതയിൽ താൻ എന്നോട് പറയുന്നില്ല. അദ്ദേഹത്തിനും മനസ്സിലായി, മരണം എൻ്റെ മുമ്പിലുണ്ട്, എൻ്റെ കാലാവധി ലോകത്തിൽ തീർന്നു, എന്നെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പദ്ധതി ദേശത്ത് തീർന്നു എന്നുള്ളത് താൻ പറയുന്നുണ്ട്. ഇങ്ങനെയൊരു സംരംഭം, ഇങ്ങനെയൊരു പ്രത്യേക സിറ്റുവേഷനിൽ ഞാൻ എത്തിയാൽ കർത്താവിൻ്റെ വേല എങ്ങനെ ചെയ്യും? ഇനിയും ഭർത്താവില്ലാതെ ഒരു സഹോദരിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? ഇതൊക്കെയായിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻസ് മുഴുവൻ. പ്രൈസ് ദി ലോർഡ്. ആസാദി ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, കഴിഞ്ഞ നാളുകളിലൊക്കെയും അനേക കർത്താവിൻ്റെ ദാസിദാസന്മാരുടെ വിലയേറിയ സാക്ഷ്യങ്ങളും അവരുടെ അനുഭവങ്ങളും വചനങ്ങളൊക്കെ കേട്ട് നമ്മളെല്ലാവരും വളരെ ബലപ്പെട്ടിരിക്കുന്നു, പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇന്ന് പകൽക്കാലം വീണ്ടും കർത്താവിൻ്റെ വിലയേറിയ ദാസി പാസ്റ്റർ ജോയ്സി ജേക്കബ് ഫ്രം പത്തനംതിട്ട, കർത്താവിൻ്റെ ദാസ നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് നമുക്ക് കർത്താവിൻ്റെ ദാസിയിൽ നിന്നുള്ളതായ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ കേൾക്കാവുന്നതാണ്. കർത്താവിൻ്റെ ദാസിയെ ഈ ആസാദി ചാനലിൻ്റെ ഗോഡ് സർവൻ്റ് എന്നുള്ളതായ പ്രത്യേക പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസിയുടെ ബാല്യകാലം, ജനനം, ബാല്യകാലം, മാതാപിതാക്കൾ, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് വിവരിക്കാമോ? തീർച്ചയായിട്ടും. പ്രൈസ് ദി ലോർഡ്. അസയർ ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ പേര് ജോയ്സ് ജേക്കബ്. ഞങ്ങൾ കുടുംബമായി ചില വർഷങ്ങളായി ബഹറിൽ പാർത്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് പറയുവാനാണല്ലോ പാസ്റ്റർ എന്നോട് ചോദിച്ചത്. എൻ്റെ ജനനം പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലുള്ള പത്തനാപുരം, അവിടെ നിന്ന് ഏകദേശം ഒരു 7 കിലോമീറ്റർ അകലെ കുന്നട എന്ന് പറയുന്നൊരു ചെറിയ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടെ. എൻ്റെ മാതാപിതാക്കളും എനിക്ക് 3 സഹോദരങ്ങളുമുണ്ട്. ഞങ്ങളങ്ങനെ ടോട്ടൽ 4 പേരാണ്. ഇതാണ് ബാല്യത്തിൻ്റെ കുടുംബത്തിൻ്റെ സ്റ്റാറ്റസ്. എന്നാൽ പിതാവ് ഇപ്പം ഇല്ല. പിതാവ് ഏകദേശം 20 വർഷത്തോളമായി നിത്യതയിൽ ആയി തീർന്നിട്ട്. ഇപ്പം മാതാവും സഹോദരനും 2 സഹോദരിമാരും നാട്ടിലുണ്ട്. അവരെല്ലാം കുടുംബമായി കർത്താവിനെ സ്നേഹിച്ചും സേവിച്ചും ആരാധിച്ചും പോകുന്നു. ഇതാണ് എൻ്റെ ബാല്യകാലം. ഇനി എൻ്റെ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് പറയുന്നെങ്കിൽ, ഞാൻ ജനിക്കപ്പെട്ടത് ഒരു മർത്തോമ ഫാമിലിയിലാണ്. മർത്തോമ കുടുംബമാണ്. എൻ്റെ പിതാവും മാതാവും മർത്തോമയിലുള്ള വിശ്വാസികളായിരുന്നു. എന്നാൽ എൻ്റെ പിതാവ് വടക്കേണ്ടിയിൽ ജോലിയോട് ബന്ധപ്പെട്ടായിരുന്നു. പിതാവിൻ്റെ സിസ്റ്റേഴ്സും ഒക്കെ അവിടെയുള്ള സാഹചര്യം. മാതാവ് ഒറ്റയ്ക്കായിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവളെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അങ്ങനെ വളരെ കർത്താവിൻ്റെ സന്നിധിയോട് അടുക്കുവാനുള്ള സാഹചര്യം മാതാവിന് കിട്ടി. അങ്ങനെ മാതാവ് രക്ഷിക്കപ്പെട്ടു. അതിനുശേഷം സ്നാനപ്പെടാനുള്ളതായ ഒരു തീരുമാനത്തിലെത്തിയപ്പോൾ എൻ്റെ പിതാവിനോട് ചോദിച്ചു, എനിക്ക് സ്നാനപ്പെടാനുള്ള ആഗ്രഹമുണ്ട്. ഭർത്താവിൻ്റെ ഒരു ഒപ്പീനിയൻ, അദ്ദേഹത്തിൻ്റെ ഒരു പെർമിഷന് വേണ്ടി ആഗ്രഹിക്കുകയുണ്ടായി. എന്നാൽ എൻ്റെ പിതാവ് വടക്കേണ്ടിയിൽ നിന്ന്, ആ കാലഘട്ടങ്ങളിൽ നമുക്ക് ഫോൺ സൗകര്യങ്ങളൊന്നുമില്ല, ലെറ്റർ എഴുതിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജുകൾ കൺവേ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പിതാവ് പറഞ്ഞു, വോട്ട് ചെയ്യുവാനും ഒരു അതായത് സ്നാനമേൽക്കുവാനൊക്കെ ഉള്ളത് പേഴ്സണൽ സ്വാതന്ത്ര്യമാണ്. അപ്പം നിൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ നിനക്കത് ചെയ്യാം, ഞാൻ തടസ്സമല്ല എന്ന് പിതാവിൽ നിന്നൊരു പെർമിഷൻ കിട്ടി. അങ്ങനെ എൻ്റെ മാതാവ് സ്നാനത്തിന് വേണ്ടി പോയി. അന്നേ കാലഘട്ടങ്ങളിൽ ഇന്നത്തെ പോലെയുള്ള അനുഭവങ്ങളല്ല, സ്ട്രിക്റ്റായിട്ടുള്ള ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരാണ് ആ കാലഘട്ടങ്ങളിൽ നമ്മുടെ ദേശത്തൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ആഭരണധാരിയായ മാതാവിനെ സ്നാനപ്പെടുത്തുകയില്ല, മാതാവിനിത് ആഗ്രഹവുമില്ല. എന്നാൽ ഉള്ള ഒരു വിഷയമെന്ന് പറഞ്ഞാൽ, എൻ്റെ പിതാവിൻ്റെ കുടുംബത്തിൽ ഒരു മകനാണ്. അപ്പോൾ ഒരു മരുമകൾ മാത്രമേ ഉള്ളൂ. മാതാപിതാക്കളും ഈ മാർത്തോമ ബാക്ക്ഗ്രൗണ്ടിലുള്ളവരാണ്. അപ്പോൾ ഈ ആഭരണമൊക്കെ ഊരുന്നത് എൻ്റെ ഗ്രാൻഡ് പേരൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രയാസമായി ആയിരിക്കും. അത് മുഖാന്തരമുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഭവനത്തിൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വളരെ ഭാരപ്പെട്ടു. പക്ഷെങ്കിൽ കർത്താവിൻ്റെ ദാസന്മാരുടെ ഉപദേശങ്ങളെ സ്വീകരിച്ച് താൻ തൻ്റെ കമ്മലും മാലയും ആഭരണങ്ങളൊക്കെ മാറ്റി സ്നാനപ്പെട്ടു. പക്ഷേ തിരിച്ചു വന്ന് ഭവനത്തോടടുത്ത് വന്നപ്പോൾ, അത് ഈ പേരൻസ് അറിയാതെയാണ്, ഗ്രാൻഡ് പേരൻസ് അറിയാണ് ചെയ്യുന്നത്. ഭവനത്തിനടുത്തേക്ക് അടുത്ത് വന്നപ്പോൾ
പുള്ളിക്കാരത്തി വളരെ ഭയപ്പെട്ടിട്ട് തിരിച്ച് വീണ്ടും ഈ ആഭരണങ്ങൾ ഇട്ടിട്ട് ഭവനത്തിനകത്ത് കയറുമ്പോൾ പുള്ളിയുടെ മനസാക്ഷിക്ക് ഭയങ്കര കുത്ത്. ഞാൻ മാതാപിതാക്കളുടെ മക്കളെ ഭയന്ന് എന്നോട് ദൈവം പറഞ്ഞ ഈ കൽപ്പനയെ ലംഘിച്ച് ഞാനിപ്പോൾ ജീവിക്കുക. സ്നാനപ്പെട്ടു എന്ന് പേരുണ്ട്, എന്നാൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വേണ്ട എന്ന് ദൈവത്തിൻ്റെ ദാസന്മാർ എന്നോട് പറഞ്ഞു. ആ കൽപ്പനകളെ പ്രമാണിക്കാൻ പറഞ്ഞപ്പോൾ ഞാനത് ചെയ്യുന്നില്ലല്ലോ എന്നോട് മനസാക്ഷിയുടെ ഭാരം നിമിത്തം വളരെ ബുദ്ധിമുട്ടി, വളരെ പ്രയാസം താൻ സഹിച്ചെങ്കിൽ തന്നെയും താൻ ഈ ആഭരണങ്ങളൊക്കെ ഊരി മാറ്റി വെച്ചു. അപ്പോൾ എൻ്റെ പേരൻസിനൊക്കെ മനസ്സിലായി, അത് എൻ്റെ ഗ്രാൻഡ് പേരൻസ്, എൻ്റെ പിതാവിൻ്റെ പേരൻസിന് മനസ്സിലായി ഈ സ്നാനപ്പെട്ടു ഇങ്ങനൊരു അനുഭവത്തിലാണെന്ന്. പക്ഷേ അപ്പോൾ തന്നെ മാതാപിതാക്കളോടൊപ്പം തന്നെ എൻ്റെ മദറും മർത്തോമായിൽ തന്നെ വീണ്ടും ആരാധന കണ്ടിന്യൂ ചെയ്തു. അധികം നാളുകൾ നീളുന്നതിന് മുമ്പേ എൻ്റെ പിതാവ് ജോലിയൊക്കെ കളഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വന്നു. പക്ഷേ അവരെ ഒന്നിച്ച് ആരാധനയ്ക്ക് പോയി. എൻ്റെ പിതാവ് എന്നാൽ ഇപ്പോൾ എഡ്യൂക്കേറ്റഡൊക്കെ ആയിരുന്നത് കൊണ്ട് സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററും പിന്നെ ചർച്ചിൻ്റെ ഓരോ സ്ഥാനങ്ങളൊക്കെ, സെക്രട്ടറി, ഇങ്ങനെയുള്ള ഓരോ സ്ഥാനങ്ങളൊക്കെ അദ്ദേഹത്തിന് കൊടുത്തു. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല പ്രാവശ്യം സ്വപ്നങ്ങൾ കാണുകയാണ്. വലിയ വെള്ളം, കുളങ്ങൾ, വെള്ളവസ്ത്രധാരിയായ ദൈവദാസീദാസന്മാർ ചുറ്റും നിൽക്കുന്നു. ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ മാറി മാറി കാണുന്നു. ഇത് കണ്ടപ്പോൾ, ഇതിങ്ങനെ പല പ്രാവശ്യം ആവർത്തിക്കപ്പെട്ടപ്പോൾ, എൻ്റെ ഭവനം ഒരു റോഡരികിലുള്ള ഭവനമായതുകൊണ്ടും ആ കാലഘട്ടങ്ങളിൽ വാഹനമൊന്നും നമ്മുടെ ദേശത്ത് ഇന്നത്തെ പോലെ ഇല്ലല്ലോ. അവരിങ്ങനെ സഞ്ചരിച്ച് വരുന്ന ദൈവദാസന്മാർ ഒത്തിരിയുണ്ട്. അവരൊക്കെ ഭവനത്തിൽ കയറും. അങ്ങനെ സുവിശേഷം പറയാനും ഞങ്ങളെ ആത്മീയമായി വളർത്തുവാനും ഒക്കെ അത് വളരെ ഉപകാരപ്രദമായി തീർന്നു. അങ്ങനെയുള്ള കർത്തദാസന്മാരോട് ഈ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ പപ്പായെ വിളിക്കുന്നത് ഉണ്ണുണിച്ചാൻ എന്നാണ്. ഉണ്ണുണിച്ചാനിനി അല്പം പോലും താമസിക്കരുത്, ദൈവത്തിൻ്റെ കൽപ്പനയാകുന്ന ഈ സ്നാനം ഏൽക്കണമെന്ന് പറഞ്ഞു. താൻ കണ്ട സ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിലും ഈ ദൈവദാസന്മാരുടെ ആ ഉപദേശപ്രകാരവും താൻ സ്നാനത്തിനായി തുനിഞ്ഞു. അങ്ങനെ സ്നാനമേറ്റു. അപ്പോൾ തന്നെ എൻ്റെ ഗ്രാൻഡ് പേരൻസും, എൻ്റെ പപ്പായുടെ അപ്പച്ചനും അമ്മച്ചിയും രണ്ടുപേരും, എൻ്റെ പപ്പായും എല്ലാവരും ഒരുമിച്ച് സ്നാനമേൽക്കാൻ ദൈവം ഇടയാക്കി തീർത്തു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നപ്പോൾ നമുക്കറിയാം, മർത്തോമാ സമുദായത്തിൽ ഒരു സ്ഥാനത്തിലൊക്കെ നിൽക്കുന്നവർ ഇങ്ങനെയുള്ള അനുഭവത്തിലേക്ക് വരുമ്പോൾ നിശ്ചയമായി അതിൻ്റേതായ കോൺസിക്വൻസസ് അവിടെ ഉണ്ടാകുമെന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ മുടക്കുപത്രം ലഭിച്ചു. അവരൊന്നും ഭാരപ്പെടാതെ തന്നെ പടിഞ്ഞാറോട്ടുള്ള സൈഡിലാണ് മർത്തോമ ചർച്ച എങ്കിൽ കിഴക്ക് സൈഡിൽ നമുക്കൊരു ബെന്തക്കോസ്തിൻ്റെ ചർച്ചുണ്ട്. ആ രീതിയിൽ അവിടേക്ക് ആരാധന തുടങ്ങി. അപ്പോൾ എൻ്റെ മാതാവിനെ ദൈവം ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. താൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ സൗഖ്യമുണ്ടാകുന്നു. അങ്ങനെ വിവിധങ്ങളായ ശുശ്രൂഷകൾ തന്നെ കൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ചില നാളുകൾക്ക് ശേഷം ഏകദേശം 2 കിലോമീറ്റർ അപ്പുറം മറ്റൊരു ഹൈന്ദവ കുടുംബത്തിലുള്ളതായ ഒരു സഹോദരി, ആ കാലഘട്ടങ്ങളിലൊക്കെ വസൂരി കുഷ്ഠരോഗം ഉണ്ടായിരുന്നൊരു കാലഘട്ടം. അപ്പോൾ കുഷ്ഠരോഗബാധിതരായ 4 സഹോദരിമാരൊരു മാതാവും, പിതാവില്ല, സഹോദരന്മാർ ആ ഭവനത്തിലില്ല. അപ്പോൾ അവരോട് കടന്നു എന്ന് സുവിശേഷം പറഞ്ഞു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരതിൽ പൂർണ്ണമായ വിടുതൽ പ്രാപിച്ച് ആ സഹോദരിമാർ ഈ ആലയത്തിൽ വരുവാനിടയായി തീർന്നു. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹീതമായ, അതായത് സുവിശേഷത്തിൻ്റെ ആത്മാവ് ചലിക്കാൻ തുടങ്ങിയ ഒരു അനുഭവമായിരുന്നു. മാത്രവുമല്ല, ഈ സഹോദരിമാർ ആത്മീയ ശക്തി പ്രാപിച്ച് അവരുടെ ഭവനാങ്കണത്തിൽ, വളരെ പൂറായുള്ള ഒരു കുടുംബമാണെങ്കിൽ തന്നെയും, ആ സഹോദരിമാർ എല്ലാ വർഷവും അവരുടെ ഭവനാങ്കണത്തിൽ ഒരു കൺവെൻഷൻ മീറ്റിംഗ് നടത്തി ആ ദേശത്തുള്ളവരോട് അവരെ രക്ഷിച്ച യേശുവിനെക്കുറിച്ച് പറയാനിടയായി തീർന്നു. എനിക്ക് ഈ വാർത്ത, ഈ സാക്ഷ്യം എൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് പറയുമ്പോൾ വ്യൂവേഴ്സിനോട് പറയുവാനുള്ളത്, യേശു കർത്താവിനെ അറിഞ്ഞവരാണ് നിങ്ങളെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് പറഞ്ഞ ഏറ്റവും മഹത്തായ ഒരു കൽപ്പനയും ഒരു പ്രഖ്യാപനവുമാണ് നാം അറിഞ്ഞതായ ദൈവസ്നേഹം യേശു ക്രിസ്തുവിനെക്കുറിച്ച് സകല മനുഷ്യരോടും പ്രസ്താവിക്കുക എന്നുള്ളത്. കർത്താവ് നമ്മളോട് അധികമായ ഒന്നും പറഞ്ഞിട്ട് പോയില്ല. തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഞാൻ പോയാൽ സ്ഥലമൊരുക്കുവാൻ പോകുകയാണ്, പക്ഷെങ്കിൽ നിങ്ങൾ ഇവിടെ യെരുശലേമിൽ പാർത്ത് ശക്തി പ്രാപിച്ച് യെരുശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുകയും വിശ്വസിക്കുന്നവരെ സ്നാനമേൽപ്പിച്ച് ദൈവസഭയിൽ കൂട്ടായ്മ നടത്തുവാനാ യേശു കർത്താവ് കടന്നുപോയപ്പോൾ നമ്മോട് പറഞ്ഞിട്ട് പോയത്. ആകയാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ ദൈവസ്നേഹം അറിഞ്ഞവരാണെങ്കിൽ, രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ അനങ്ങാതെ ഇരിക്കരുത്. അനേക പ്രതികൂലങ്ങൾ ഇന്ന് നമുക്കുണ്ടെങ്കിൽ തന്നെയും പ്രതിസന്ധികളുടെ മധ്യത്തിൽ യേശു ക്രിസ്തുവിനെ ഉയർത്തുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. അങ്ങനെ പാസ്റ്ററെ, ഞാൻ എൻ്റെ വിദ്യാഭ്യാസം 12ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം നാട്ടിൽ എൻ്റെ സ്ഥലത്ത് തന്നെ ചെയ്തു. അതിനുശേഷമായിട്ട് ഞാൻ വടക്കേണ്ടിയിൽ പഠനത്തിനായി നഴ്സിംഗ് എഡ്യൂക്കേഷനായി കടന്നുപോയി. ബനാറസ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഉത്തർപ്രദേശ് ബനാറസ് എന്ന സ്ഥലം, അവിടെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്ന സ്ഥലം ഞാൻ നഴ്സിംഗ് പഠിക്കാൻ ദൈവം എനിക്കൊരു അവസരം ഒരുക്കി. അവിടെ അതിനു മുമ്പായിട്ട് ഞാൻ പറയുന്നെങ്കിൽ അനേകതി കഷ്ടങ്ങളിൽ കൂടെ എൻ്റെ ഭവനത്തെ ദൈവം കടത്തിവിട്ടു. പ്രത്യേകിച്ച് എൻ്റെ മാതാവായിരുന്നു കൂടുതൽ കർത്താവിങ്കിലേക്ക് അടുത്തതും ദൈവസ്നേഹം പങ്കിട്ടതും മറ്റുള്ളവരെ സൗഖ്യത്തിന് വേണ്ടി രോഗശാന്തി കൃപാവരത്തോടുകൂടി ശുശ്രൂഷകൾ ചെയ്തതൊക്കെ എൻ്റെ മാതാവായിരുന്നത് കൊണ്ട് രോഗത്താൽ തന്നെ ധാരാളം ബന്ധിതമാക്കുവാനിടയായി തീർന്നു.
അദ്ദേഹത്തിന് ഞാൻ ഏതാണ്ട് 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ മാതാവിന് യൂട്രസ് സംബന്ധമായൊരു പ്രയാസമുണ്ടായി. അങ്ങനെ പെട്ടെന്ന് ഹിസ്റ്ററക്ടമി യൂട്രസ് റിമൂവ് ചെയ്യാനിടയായി തീർന്നു. അതിനോട് ബന്ധപ്പെട്ട് ഇൻസിഷണൽ ഹെർണിയ എന്ന് പറയുക ഓപ്പറേഷൻ സൈറ്റിൽ നിന്നൊരു വലിയ മുഴ ഉണ്ടാകാനിടയായി തീർന്നു. എവരി 2 or 3 ഇയർ ആകുമ്പോൾ ഈ മുഴയങ്ങ് വലുതാകും. സഹിക്കാൻ കഴിയാത്ത വേദന കൊണ്ട് താൻ ഭാരപ്പെടും. അങ്ങനെ വളരെ പ്രയാസം അനുഭവിച്ച് ഓരോ 2-3 വർഷം കഴിയുമ്പോൾ ഓരോ ഓപ്പറേഷൻ കഴിയും. അങ്ങനെ 3-4 വട്ടം ഓപ്പറേഷൻ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഡോക്ടർമാർ കൈയൊഴിഞ്ഞു, ഇനി ഇതിനൊരു സർജറി ചെയ്യാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു രാത്രിയിൽ താൻ വളരെ വേദനപ്പെട്ട്, എൻ്റെ പപ്പ പകലത്തെ അധ്വാനമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ക്ഷീണിതനായി കിടക്കും. ഞങ്ങളൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളാണ്, ഞങ്ങൾ പഠനം അതിനോടൊക്കെ ബന്ധപ്പെട്ട് പിന്നെ നമ്മളങ്ങ് ഉറങ്ങിപ്പോവും. രാത്രിയിൽ എൻ്റെ മാതാവ് നിലവിളിച്ച് കരയുകയാ തൻ്റെ വേദന അതികഠിനമായിട്ട്. ഒരു സഹായത്തിന് ഡോക്ടേഴ്സ് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുപോലെ പല പ്രാവശ്യം സർജറി ചെയ്തു. എന്നാൽ ആ ഒരു ദിവസം രാത്രിയിൽ 3 മണിയായപ്പോൾ എൻ്റെ മാതാവ് ഞങ്ങളെല്ലാവരെയും തട്ടി ഉണർത്തി. ദൈവദൂതൻ കടന്നു വന്നു. അപ്പോൾ തൻ്റെ വയറിൽ കൂടെ നമ്മൾ വെളിയിൽ നിന്ന് നോക്കിയാൽ ഏകദേശം നമ്മുടെ നാട്ടിലെ ഒരു വലിയ നാളികേരത്തിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു മുഴയെ നമുക്ക് കാണാൻ പറ്റും. അത്ര വലിയ ഒരു മുഴ, അത് വലിയ പ്രയാസങ്ങൾ തനിക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ദൈവദൂതൻ അവിടെ ഇറങ്ങി, എൻ്റെ ഭവനത്തിനുള്ളിൽ ഇറങ്ങി. ആ മുഴ അപ്രത്യക്ഷമായി. നിമിഷ നേരം കൊണ്ട് താൻ സൗഖ്യമായി. തനിക്ക് ഉണ്ടായ ഡിസ്കംഫോർട്ട് അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കി താൻ ദൈവത്തിൻ്റെ ആ ശക്തിയെ അനുഭവിച്ചറിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും അന്ന് എഴുന്നേറ്റ് ഏർലി മോർണിംഗ് 3 o'clock എൻ്റെ ഭവനത്തിൽ വലിയൊരു ആരാധന പോലെ നടന്നു. അങ്ങനെ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ, ദൈവദൂതൻ ഇറങ്ങി സൗഖ്യമായ അനുഭവങ്ങളൊക്കെ എൻ്റെ ഈ ബാല്യകാലങ്ങളിൽ, അല്ലെ എൻ്റെ ഏകദേശം ഞാൻ 12 വരെയുള്ള സമയങ്ങളിലൊക്കെ എനിക്ക് ഭവനത്തിൽ കാണാൻ കഴിഞ്ഞു. പിന്നെ പെന്തക്കോസ്തിൻ്റെ അനുഭവത്തിലായിരുന്നത് കൊണ്ട് സൺഡേ സ്കൂൾ പഠിക്കാനും അതിനുശേഷമായിട്ട് അങ്ങനെ ആത്മീയ പ്രവർത്തനങ്ങളിലൊക്കെ ഒത്തിരി ചെറിയ പ്രായത്തിലുള്ളതായ രീതിയിൽ ഒരുപാട് ഇടപെടുവാൻ കർത്താവ് എന്നെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ആത്മീയ സാന്നിധ്യത്തോടു കൂടിയാണ് ഞാൻ വടക്കേണ്ടിയിലേക്ക് പോകുന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. പക്ഷേ ഈ ദൈവം എന്നോടുകൂടെ ഉണ്ട്. എൻ്റെ എല്ലാ വിഷയങ്ങൾക്കും കർത്താവിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. എൻ്റെ പിതാവിൻ്റെ സഹോദരിമാർ അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ മർത്തോമ ബാക്ക്ഗ്രൗണ്ടിലാണ്. പക്ഷേ ആ കാലഘട്ടങ്ങളിൽ 1990-ൽ അവിടെ നമുക്ക് ഒരു പെന്തക്കോസ്ത് ചർച്ചോ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ വളരെ ഭാരം അനുഭവിച്ചു. പക്ഷേ ആരോ പറഞ്ഞതനുസരിച്ച് ഞാൻ ഒരു ബാപ്റ്റിസ്റ്റ് ചർച്ച് എന്ന് പറയും, നമ്മുടെ നാട്ടിലെ ബ്രദറൻ ചർച്ചിനോട് ബന്ധപ്പെട്ടിരിക്കും. അപ്പോൾ വചനമുണ്ട്, പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്. പക്ഷേ ഞാൻ പഠിച്ചു വന്ന രീതിയിൽ അഭിഷേകത്തിൻ്റെ ശക്തിയുള്ള ആരാധനയില്ല. അങ്ങനെ ഒത്തിരി നമ്മുടെ ആ രീതിയിലുള്ള അനുഭവങ്ങളല്ല. അപ്പോൾ തന്നെ ഒരു ദൈവസാന്നിധ്യം ആണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കടന്നു പോകുമെങ്കിലും എൻ്റെ ഹൃദയത്തിന് ഒരു സാറ്റിസ്ഫാക്ഷനും എനിക്കവിടെ ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല, നമ്മൾ പരിചയപ്പെട്ട ലാംഗ്വേജിൽ അവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ്. അന്ന് ഇംഗ്ലീഷൊന്നും അത്രയും നമുക്ക് പോകുന്ന സമയമല്ല. അപ്പം ഹിന്ദി ആണ് നമ്മൾ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ്. അതൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. നമ്മൾ കേരളത്തിൽ നിന്ന് ചെല്ലുമ്പം കേരളത്തിലെ ലാംഗ്വേജ് ആണല്ലോ നമ്മുടെ എല്ലായിടത്തുള്ള ഉപയോഗിക്കുന്നത്. അങ്ങനെ പലപ്പോഴുമൊക്കെ പോകും. കാരണം ആരാധനയ്ക്ക് പോകാതിരിക്കുന്നത് ഭയങ്കര പ്രയാസമായി തോന്നി. എന്നാൽ ചില നാളുകൾ അങ്ങനെ കടന്നുപോയി. അപ്പോൾ എൻ്റെ ഒരു സീനിയറായി പഠിച്ച ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, അവർ കാത്തോലിക് വിഭാഗത്തിലുള്ളവരാണെങ്കിലും അവർക്ക് പുള്ളിക്കാരത്തേക്ക് ഈ പ്രവചനം കേൾക്കുന്നതിനും കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അറിയുന്നതിലൊക്കെ താല്പര്യമുള്ള ഒരു ചേച്ചിയായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ട് ഈ ഫ്യൂച്ചറിനെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച് പറയുന്ന ഒരു ദൈവദാസൻ ഇവിടെ ഉണ്ട്, നീ വരുന്നോ, ആ ഉപദേശത്തിൻ്റെ അടുത്ത് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ആരോ ദൈവദാസന്മാർ ഇവിടെ ഉണ്ട്. അപ്പോൾ ചർച്ചിനെ നമുക്ക് കണ്ടെത്താൻ പറ്റുമല്ലോ എന്നുള്ള സന്തോഷത്തോടെ ഞാൻ ആ പ്രിയപ്പെട്ട എൻ്റെ ചേച്ചിയോട് ഒന്നിച്ച് ഞങ്ങൾ ഒരുമിച്ച് അവിടെ ചെന്നപ്പോൾ കർത്താവിൻ്റെ ദാസൻ അദ്ദേഹം ഒരു 4-5 സഹോദരന്മാർ ഒരുമിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വടക്കേണ്ടിയിൽ പോയവരാണ്. പക്ഷെങ്കിൽ ആ കാലഘട്ടങ്ങളിൽ ബനാറസിൻ്റെ നല്ല നോർത്ത് ഇന്ത്യൻ മുഴുവൻ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പരിതാപകരമായ സിറ്റുവേഷൻ. കർത്താവിൻ്റെ ദാസന്മാർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് സഹായിപ്പാൻ ജനമില്ല. അവരും വളരെ കഷ്ടത്തിലാണ്. പിന്നെ അങ്ങനെ ഒരു സിസ്റ്റം അവിടെ ഇല്ല, കേരളത്തിലെ പോലെയുള്ള സിസ്റ്റം അവിടെ ഇല്ല. ഈ സഹോദരന്മാർക്ക് ആഹാരം കഴിക്കാനില്ലാതെ, വെള്ളം കുടിക്കാനില്ലാതെ സുവിശേഷ വേലയ്ക്ക് നടന്ന പട്ടിണിയായി. അങ്ങനെ പട്ടിണിയുടെ ആധിക്യം നിമിത്തം ഇവർ പലപ്പോഴും അതിൽ 4 പേരും തിരിച്ച് നമ്മുടെ സ്വന്തം ദേശമായ കേരളത്തിലേക്ക് മടങ്ങിപ്പോന്നു. അതിൽ ഈ കർത്തൃദാസൻ മാത്രം അവിടെ പിടിച്ചു നിന്നു. അങ്ങനെ അദ്ദേഹം ഒരു പ്രവാചകനാണ്, നല്ലൊരു അഭിഷിക്തനാണ്. പക്ഷെങ്കിൽ ദൈവസഭ രൂപം കൊണ്ടിട്ടില്ല. അദ്ദേഹം രാവിലെ ഇറങ്ങി സുവിശേഷം പറയുകയും ട്രാക്റ്റ് കൊടുക്കുകയും അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ ആ സമയത്താണ് ഞാനുമായിട്ടുള്ള ഒരു കണക്ഷൻ അവിടെ ഉണ്ടാകുന്നത്. അപ്പം ഞാനവിടെ കടന്നു ചെന്നപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ദൈവദാസനോട് പറഞ്ഞു, ഇത് സഭയുടെ ഒരു അടിസ്ഥാനക്കല്ല്, ഒരു മൂലക്കല്ലായി ഇതിനാണ്. അപ്പം നമ്മളൊരു കൊച്ചുകുട്ടിയാണ്, 19-20 വയസ്സൊക്കെ ഉള്ളൂ. നമുക്ക്
പുറത്തോട്ടുള്ള ഒരു ശുശ്രൂഷകളായിട്ട് പുറം ലോകവുമായിട്ട് വലിയ പരിചയമായിട്ട് ഒന്നുമില്ല. എൻ്റെ ഭവനം ഞാൻ പറഞ്ഞല്ലോ, വഴിയുടെ അരയിലുള്ളൊരു ഭവനവും ഞങ്ങൾ പെൺകുട്ടികളായതുകൊണ്ട് ധാരാളമായ ഔട്ടിംഗ് ഒന്നും നമുക്കില്ല. ആരാധന സ്ഥലം, PYP അങ്ങനെയുള്ള ചർച്ചിൻ്റെ ചില പ്രോഗ്രാമുകൾ ഇതൊക്കെ ഞങ്ങൾ പങ്കെടുത്തിട്ടുള്ളൂ. മാത്രവുമല്ല അത്ര വലിയൊരു പ്രാർത്ഥനാവീരോ സമൂഹത്തിലൊന്ന് പ്രാർത്ഥിക്കാനോ ഒന്നുള്ള അറിവ് എനിക്കായിട്ടില്ല. പ്രാർത്ഥിക്കാൻ പറഞ്ഞ വീടിനകത്തിരുന്ന് നമ്മുടെ പപ്പായെ അമ്മയെ അനുഗ്രഹിക്കണം എന്നൊക്കെയുള്ള പ്രാർത്ഥനയുണ്ടല്ലോ കൊച്ചു കുഞ്ഞുങ്ങളുടെ, ഈ പ്രാർത്ഥനയൊക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ കർത്തൃദാസൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ അത്ഭുതം തോന്നി. ഏതായാലും ആകട്ടെ, അപ്പോൾ ആരും ആരാധന അവിടെ ഇല്ല. അതിനുശേഷമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ കൂടെ ഇദ്ദേഹത്തിന് പ്രവചനപരം ഉണ്ടായിരുന്നത് കൊണ്ട് ഒത്തിരി ആൾക്കാർ ഈ പ്രവചനം കേൾക്കാൻ വേണ്ടി ഇദ്ദേഹം അടുക്കൂറുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി കണക്ഷൻസ് അദ്ദേഹത്തെ ഉണ്ടായിരുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു സഭ രൂപം കൊണ്ടു. അടിസ്ഥാനക്കല്ലായി നമ്മളിവിടെ ചെന്നു. ഞാൻ ചെന്നതിന് ശേഷമാണ് എല്ലാവരും വന്നത്. ഒത്തിരി ആൾക്കാർ വന്നു. അങ്ങനെ നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ചർച്ച് ഞങ്ങൾ അവിടെ കൊണ്ടുപോകുവാൻ ദൈവമുടെയാക്കി തീർത്തു. അതിനിടയിൽ അപ്പോൾ നോർത്ത് ഇന്ത്യൻസ് ആൾക്കാരും വരും. ആ ദൈവദാസനെ ഹിന്ദിയിൽ ശുശ്രൂഷിപ്പാൻ അറിയാം. അപ്പോൾ അതിലൊരു സഹോദരി എൻ്റെ ഹോസ്റ്റലിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന, എൻ്റെ സീനിയറായിട്ട് പഠിച്ച അവിടുത്തുകാരി, ആ ദേശക്കാരിയായിരിക്കുന്ന ഒരു സഹോദരി, അദ്ദേഹത്തിന് ഒരുപാട് വിവാഹാലോചനകൾ നടന്നു. പക്ഷെങ്കിൽ വിവാഹം നടക്കത്തില്ല. അവർ സുന്ദരിയായ സഹോദരി, സെൻട്രൽ ഗവൺമെൻറ് ജോലിയുണ്ട്, മറ്റു രീതിയിലെല്ലാം പ്രിയപ്പെട്ടവൾ വളരെ സന്തോഷമായിരിക്കും. പക്ഷേ വിവാഹം ആലോചിച്ചാൽ നടക്കത്തില്ല. അപ്പോൾ ഈ ദൈവദാസൻ്റെ അടുക്ക് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ജോയ്സിനെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുക ഈ വിഷയം, ജോയ്സ് പ്രാർത്ഥിക്കണം. അപ്പോൾ എനിക്ക് സത്യത്തിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസേ ഇല്ല. ഞാൻ പ്രാർത്ഥിച്ച ദൈവം കേൾക്കുമെന്ന് എനിക്ക് അത്രയും ഉറപ്പ്, നമ്മൾ കൊച്ചു കുഞ്ഞാണ്, നമുക്ക് അത്രയും ഉറപ്പൊന്നും ആയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവദാസൻ പറഞ്ഞാണല്ലോ എന്ന് വിചാരിച്ച ഹോസ്റ്റലിൽ ചെന്ന് ഈ സഹോദരിയെയും കൂട്ടി ഞാൻ പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ അത്ഭുതം ചെയ്തു. അടുത്ത ദിവസങ്ങളിൽ തന്നെ മനോഹരമായ രീതിയിൽ തൻ്റെ വിവാഹം നടക്കാനിടയായി തീർന്നു. അത് ആ സഹോദരിയുടെ ജീവിതത്തിൽ വലിയ ഒരു വിശ്വാസം വർദ്ധിക്കാനും പലരോട് ഞങ്ങളെക്കുറിച്ചും സഭയെക്കുറിച്ചൊക്കെ പറയാനിടയായി തീർന്നു. അങ്ങനെ ഒത്തിരി ആത്മാക്കൾ സഭയിൽ വരാനും എന്നോട് കണക്റ്റഡ് ആകുവാനും അങ്ങനെ ദൈവത്തിൻ്റെ നാമം അവിടെ മഹത്വപ്പെടുവാനും ഇടയായി തീർന്നു. സ്തോത്രം. അങ്ങനെ ബനാറസിൻ്റെ പ്രദേശത്ത് ഏകദേശം 10 വർഷക്കാലം പഠനത്തോടും ജോലിയോടും ബന്ധപ്പെട്ട ഞാനായിരുന്നു. അങ്ങനെ അതിനുശേഷം ആ കർത്തൃദാസൻ്റെ പ്രവർത്തനത്തിൽ കൂടെ തന്നെ ഒരു അവിടുത്തുകാരനായിരിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു മകൻ, അദ്ദേഹം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയുടെ ഒരു മറ്റൊരു ചർച്ചായിട്ട് രൂപം കൊണ്ടു. അവിടെയും കടന്ന് എന്ന് ആദ്യകല്ലായി ഞാൻ തന്നെ ചെന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ ആത്മാക്കളെ, അവിടുത്തുകാരായിരിക്കുന്ന ആത്മാക്കളെ ഒരുപാട് പേരെ കൂട്ടാൻ ദൈവമിടയാക്കി തീർത്തു. അവിടെ ഭൂതഗ്രസ്തര ആ ദേശമെന്ന് പറയുന്നത് അന്ധകാര ശക്തികളാൽ നിറഞ്ഞ് വരുന്നതിൽ ഏകദേശം ഒരു 75% ആൾക്കാരും ദുഷ്ടാത്മാവിനാൽ നിറഞ്ഞവരാണ്. കാരണം അവർ ജാതികീയ മണ്ഡലത്തിലാണ് ജീവിക്കുന്നത്, ജാതികീയ അനുഭവമാണ്, ദൈവവചനം വായിച്ചിട്ടില്ല. അവർ എന്തൊക്കെയോ ഒരു വിടുതലിന് വേണ്ടി കടന്നു വരികയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു സഹോദരി, ഞാൻ ഇന്നും ഓർക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഒരു സഹോദരി പൈശാചിക ബാധയാല ഭവനത്തിൽ വന്നു, ആ ദൈവദാസൻ്റെ ഭവനത്തിൽ വന്നു. 2ാമത്തെ ചർച്ച് ആരംഭിച്ച ആ സഭയ്ക്കകത്ത് അതിനകത്ത് വന്നപ്പോൾ ആ പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഒന്നും ആ ശക്തി വിട്ടുപോകുന്നില്ല. ഈ സ്ത്രീ ആരാധന തീർന്നിട്ടും ഞാൻ ഇവിടം വിട്ടു പോകില്ല എന്ന് പറഞ്ഞിരിക്കുക. എന്നാൽ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസുകളൊന്നും എനിക്കില്ല എങ്കിലും ദൈവസന്നിധിയിൽ ദൈവം ആ സമയത്ത് നമുക്കൊരു ധൈര്യം നൽകി തന്നു. ഞാൻ പ്രാർത്ഥിച്ചുള്ള ഗ്ലാസ് വെള്ളം അവർക്ക് കൊടുത്തു, കുടിച്ചിട്ട് പൊക്കോണമെന്ന് പറഞ്ഞു. ആ വെള്ളം കുടിച്ചു, ആ സ്ത്രീ അവിടെ നിന്ന് വിട്ടുപോയി. ആ ദുരാത്മാവിൻ്റെ വ്യാപാരം ദൈവസഭയെ വിടുകയില്ല എന്ന് പറഞ്ഞ അന്ധകാര ശക്തിയെ ആ സമയത്ത് പ്രാർത്ഥനയാൽ ചെയ്യിപ്പിക്കുവാൻ തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഇത് നമ്മുടെ കഴിവോ ഇത് ചെയ്ത എക്സ്പീരിയൻസുകളോ ഭൂതമറക്കാനുള്ള കൃപാവരമോ ഒന്നുമല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ സമയത്ത് തക്കതായ സമയത്ത് ഓരോരുത്തർക്കും ആവശ്യമായിരിക്കുന്നത് ദൈവം നമ്മളെ ഏൽപ്പിക്കും. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തരായിരുന്നാൽ ദൈവം നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കുവാനുള്ള പ്രവർത്തികൾ അതാത് സമയത്തിൽ അങ്ങനെയുള്ള വ്യക്തികളെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. അങ്ങനെ വിവാഹം കഴിക്കാത്തവർക്ക് വിവാഹം കഴിക്കുവാനും ഭൂതഗ്രസ്തരായവരെ സ്വതന്ത്രരാക്കുവാനോ ഒക്കെയുള്ള അഭിഷേകമുണ്ടോ അധികാരമുണ്ടോ എന്ന് ചോദിച്ചാൽ വെളിയിൽ കാണുവാനോ പറയുവാനോ നമുക്കൊന്നുമില്ല. പക്ഷേ കൃത്യമായ സമയത്ത് കർത്താവിൻ്റെ പ്രവൃത്തി അതിൽ കൂടെ വെളിപ്പെടുവാൻ ദൈവം ഇടയാക്കി തീർത്തു. അങ്ങനെ ഞാൻ വടക്കേണ്ടിയിൽ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ദൈവമിടയാക്കി. അതിന് കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു സൗത്ത് ആഫ്രിക്കൻ ആൻറ്റി അവിടെ സുവിശേഷ വേലയ്ക്കായിട്ടും ബനാറസ് എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടെ ആയതുകൊണ്ട് ഒരുപാട് ആഫ്രിക്കൻസ്, അമേരിക്കൻസ്, പല രാജ്യങ്ങളിൽ നിന്ന് അവിടെ വരാറുണ്ട്. ആ കൂട്ടത്തിൽ വന്ന ഒരു ആൻറ്റിയാണെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ സാക്ഷാൽ ആ സഹോദരി അങ്ങനെയുള്ള ഒരു ആൻറ്റി ആയിരുന്നില്ല. അവരൊരു സുവിശേഷ പ്രവർത്തകയായിരുന്നു. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അവർ ബനാറസിൽ വന്നതാണ്. അവരിങ്ങനെ പല ലേഡീസ് ഹോസ്റ്റലിലൊക്കെ ഇങ്ങനെ കറങ്ങി അവരെ ഏൽപ്പിച്ചതൊക്കെ ചെയ്തെന്ന് വരുമ്പോൾ എവിടെ വന്നോ എൻ്റെ ഒരു കണക്ഷൻ അവർക്ക് കൊടുത്തു കർത്താവ്. സ്തോത്രം. അങ്ങനെ എൻ്റെ ഭവനത്തിൽ, എൻ്റെ മുറിയിൽ വന്നു. അവരിങ്ങനെ പറയുമ്പോൾ സൗത്ത് ആഫ്രിക്കൻ ലേഡി, അവരുടെ ഇംഗ്ലീഷ് ടോണും അവരുടെ ആ ലാംഗ്വേജൊന്നും നമുക്കത്ര ഒക്കില്ല.
പക്ഷേങ്കിൽ അവർ പറയുന്ന കാര്യം ഭയങ്കര ടഫായൊരു കാര്യം എന്നോട് പറയുന്നത്, അവർ സുവിശേഷം അറിയിക്കാൻ ആഗ്രഹിക്കുന്നു, അവരുടെ കൂടെ ഞാനത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അവർ പറയുന്നത് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകുന്നില്ല, പിന്നെ ഞാൻ എങ്ങനെ അത് ഹിന്ദിയിലേക്ക് കൊണ്ടുപോകും? പക്ഷേ ദൈവം അവിടെയും എന്നെ ശക്തീകരിച്ചു. ഹിന്ദിയും അത്ര പ്രോപ്പറായിട്ടൊന്നും എനിക്കറിയത്തില്ല, അത്യാവശ്യം പറയാൻ അറിയാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. മാത്രവുമല്ല, ഈ ദൈവവചനം നമ്മളെപ്പോഴും മലയാളത്തിൽ വായിക്കുകയും മലയാളത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ ലാംഗ്വേജുമായിട്ടാണ് നമുക്ക് ഈ ദൈവിക കാര്യങ്ങളിൽ ഫ്ലുവൻസി ഉള്ളത്. പിന്നെ എവിടെയെങ്കിലും ചെന്നാൽ അത്യാവശ്യം പറഞ്ഞു നിൽക്കാനൊക്കെ ചില ലാംഗ്വേജുകൾ അറിയാമെന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും ദൈവം തന്ന ധൈര്യത്തിൽ ഞാൻ ഈ ആൻറ്റിയോട് പറഞ്ഞു, ഓക്കെ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. 1500 ബെഡുള്ള ആ ഹോസ്പിറ്റലിൽ ആ പ്രിയപ്പെട്ട ആൻറ്റി, സൗത്ത് ആഫ്രിക്കൻസിൻ്റെയൊക്കെ ഒരു ഇതെന്ന് പറയുന്നത്, അവർ ഫ്രൂട്ട്സും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് പേഷ്യൻസിന് കൊടുക്കാൻ, അവരെ ഒന്ന് സമീപിക്കാനുള്ളൊരു രീതി. അങ്ങനെ അവരോടൊക്കെ സമീപിച്ച് അവരോട് സുവിശേഷം പറയാൻ, അവർ ഇംഗ്ലീഷിൽ പറയും. അത് എല്ലാം ഒന്നും എനിക്ക് മനസ്സിലാവത്തില്ല. ഒരു 75-80% ഞാൻ പിടിച്ചെടുക്കും, ബാക്കിയുള്ളത് എൻ്റെ സ്വന്തം കയ്യിൽ നിന്നെടുത്തിടും. ആ കാലഘട്ടങ്ങളിൽ കർത്താവിൻ്റെ വചനം ഞാൻ ശക്തമായി വായിക്കുമായിരുന്നു. ഒത്തിരി മർമ്മങ്ങളൊന്നും എനിക്ക് മനസ്സിലാവത്തില്ല, പക്ഷെങ്കിൽ ദൈവവചനം വായിക്കുന്നതിൽ ഞാൻ വളരെ എക്സ്പേർട്ടായിരുന്നു. അങ്ങനെ എന്ന് വെച്ചാൽ ഏകദേശം 13 പ്രാവശ്യം എൻ്റെ പഠനം മുതൽ ആ 10 വർഷക്കാലം അവിടെ നിന്നപ്പോൾ 13 പ്രാവശ്യം കർത്താവിൻ്റെ വചനം വായിച്ച് തീർക്കാൻ. അതായത് ഞാനിപ്പോൾ സിംഗിളായിരുന്നല്ലോ ആ സമയത്ത്, പ്രത്യേക പണികളൊന്നുമില്ല, ഹോസ്റ്റലാണ്, ജോലി കഴിഞ്ഞ് വന്ന ഇഷ്ടംപോലെ സമയമാണ്. എൻ്റെ സമയം മുഴുവൻ ഞാൻ ചിലവഴിക്കുന്നത് അത് എൻ്റെ ഹോസ്റ്റലിൻ്റെ ഒരു വാതിലുണ്ട്, ആ വാതിക്കൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് ഇരുട്ടായി ഇനിയും കാണാനൊക്കത്തില്ല എന്ന് പറയുന്നൊരു സമയമുണ്ട്. ആ സമയം വരെയും ദൈവവചനം വായിക്കും. അങ്ങനെ വായിച്ചിരിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ ദാസന്മാരായ, അതെ, ദൈവവചനപ്രകാരമുള്ള കർത്താവിൻ്റെ ദാസന്മാർ എങ്ങനെ യുദ്ധത്തിൽ ജയിച്ചു, ശത്രുക്കളോട് എങ്ങനെ പോരാടണം, ദൈവിക മർമ്മങ്ങളെക്കുറിച്ച്, കർത്താവിൻ്റെ ദാസന്മാർ പ്രാപിച്ച കൃപാവരങ്ങളെക്കുറിച്ച്, അവർ ചെയ്തതായ ദൈവപ്രവൃത്തികളെക്കുറിച്ചൊക്കെ ഒരുപാട് അറിവുകൾ ലഭിക്കുവാൻ ദൈവം എനിക്ക് മുഖാന്തരമൊരുക്കി. എന്നാൽ ആത്മീയ മർമ്മങ്ങളൊന്നും എല്ലാം ഒന്നും പിടിയല്ല. പക്ഷെ അപ്പോൾ തന്നെ ദൈവവചനത്തിൻ്റെ ഒരു ഭാഗം ചോദിച്ചാൽ എവിടെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ അറിയാം, എന്താണെന്ന് ചോദിച്ചാൽ അതിനോട് കണക്റ്റഡായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അറിയാം. ഇങ്ങനെയൊക്കെ കർത്താവ് എന്നെ ശക്തീകരിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ ഞാൻ സുവിശേഷ വേലയിൽ കർത്താവിൻ്റെ ആ ദാസിയോട് ചേർന്ന് ചില വർഷങ്ങൾ അവിടെ പ്രവർത്തിപ്പാനിടയായി. അപ്പോൾ തന്നെ 1996 എൻ്റെ വിവാഹം നടന്നു. വിവാഹത്തിന് ശേഷവും ഈ സഹോദരിയുമായിട്ടുള്ള ബന്ധപ്പെട്ട് ഞാൻ കർത്താവിൻ്റെ വേല ചെയ്തിരുന്നു. ആ വിവാഹം നടന്നതോട് ബന്ധപ്പെട്ട് പറയുവാനുള്ളത്, എൻ്റെ വിവാഹം 1996 നവംബർ മാസത്തിലായിരുന്നു നടന്നത്. അവിടെ എനിക്ക് വിവാഹാലോചനയുമായി കടന്നു വന്നത് എൻ്റെ പപ്പായുടെ ഒരു റിലേറ്റീവായിട്ടൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ബെന്തക്കോസ്തും ബ്രദറൻ ചർച്ചും നമ്മൾ വ്യത്യാസമൊന്നും അറിയത്തില്ല. അപ്പം ഞങ്ങളെപ്പോലെ തന്നെ ആഭരണമിടാത്തൊരു ഗ്രൂപ്പാണ്, ബെന്തക്കോസുകാരാണെന്നുള്ള രീതിയിൽ ആ വിവാഹവുമായി വന്നു. എൻ്റെ പിതാവിന് വളരെ അങ്ങനെ ബ്രദറൻ ചർച്ചിലോട്ട് വിവാഹം കഴിപ്പിക്കാൻ ആഗ്രഹമില്ല, എനിക്കും ആഗ്രഹം. കാരണം ഞാനൊരു ആത്മീയ തീഷ്ണതയിൽ ആ സമയം നിൽക്കുമ്പോൾ ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു വിവാഹത്തിന് താല്പര്യമില്ലായിരുന്നു. എന്നാൽ ഇദ്ദേഹം എന്നെ കാണാൻ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു, ഇതാണ് നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ദൈവപുരുഷനെന്ന്. അങ്ങനെ ഞാൻ ആ വിവാഹത്തിന് സമ്മതിച്ചു, പിതാവും സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ ആ വിവാഹം നടന്നു. വിവാഹത്തിന് വന്നപ്പോൾ അദ്ദേഹം എന്നോട് 3 ക്വസ്റ്റ്യനേ ചോദിച്ചുള്ളൂ, നീ രക്ഷിക്കപ്പെട്ടതാണോ, സ്നാനപ്പെട്ടതാണോ എന്ന്. ഞാൻ ഒരു ആൻസറോടെ കയറി പറഞ്ഞു, ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതാണ്. അപ്പം അവരുടെ നിയമപ്രകാരം രക്ഷിക്കപ്പെടുന്ന നാളിൽ പരിശുദ്ധാത്മാവ് കിട്ടി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെട്ടാൽ പരിശുദ്ധാത്മാവായി, പിന്നെ ഒരു അഭിഷേകത്തിൻ്റെ പൂർണ്ണത ആവശ്യമില്ല എന്നാണ് അവരുടെ പഠിപ്പീര്. പക്ഷെ നമ്മളതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടാണ് നമ്മളുടെ ഉപദേശങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ച് അല്പമല്ലാത്ത പ്രയാസങ്ങൾ. അന്ന് വിവാഹം കഴിഞ്ഞു. വിവാഹത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ കർത്താവിൻ്റെ സന്നിധി നമ്മൾ കുടുംബ പ്രാർത്ഥനയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ ചില ഡിസ്കഷൻസ് വരുമല്ലോ. ആ സമയത്ത് എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ്. അപ്പോൾ ശക്തമായി ഞാനിതിനു വേണ്ടി വാദിക്കും. പരിശുദ്ധാത്മാവ് എന്താണെന്നും അഭിഷേകം എന്താണെന്നും അഭിഷിക്തന്മാരെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ പരിശുദ്ധാത്മാവ് അന്ന് എപ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ചിന്ത, നീ ഇപ്പോൾ മിണ്ടാതിരിക്കുക, മിണ്ടാതെ ഇരുന്ന് ദൈവമൊന്ന് കണ്ടുകൊള്ളുക. ഞാൻ അതോടുകൂടി സ്റ്റോപ്പ് ചെയ്തു. അച്ഛൻ പറഞ്ഞതെല്ലാം ഞാൻ സമ്മതിച്ചു കൊടുത്തു. എന്നാൽ അതിനുശേഷം അദ്ദേഹം ബഹ്റിലേക്ക് മടങ്ങി വന്നു. ഞാൻ വടക്കേണ്ടിയിലേക്ക് കടന്നുപോയി. ചില നാളുകൾ ഉടൻ തന്നെ ഒരു 5-6 മാസത്തിന് ശേഷം എനിക്ക് സ്തോത്രം ഇവിടേക്ക് വരാനുള്ളതായ ഒരു ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടായി. ഈ അഡ്വർടൈസ്മെൻറ്റിൽ എൻ്റെ നോർത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന ഒത്തിരി സഹോദരിമാർ ഇതിൻ്റെ ആപ്ലിക്കേഷൻ അയച്ചു. പക്ഷേ ആ സമയത്ത് ആരുടെയും ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തില്ല. എൻ്റെ മാത്രം ഒരാളുടെ അക്സെപ്റ്റ് ചെയ്തു. എനിക്ക് ഇൻ്റർവ്യൂ കാർഡ് വന്നു. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവം എനിക്ക് എല്ലാ രീതിയിലും അനുകൂലം, ദൈവം എനിക്ക് അനുകൂലം, പ്രത്യേക കഴിവും എടുക്കുമൊന്നും ഉണ്ടായിട്ടില്ല, ദൈവം എനിക്ക് അനുകൂലം എന്ന് ഞാൻ വിചാരിച്ചു. തീർച്ചയായിട്ടും അനുകൂലമാണ്. പക്ഷേ ആ പ്രത്യേക വിഷയത്തിലുണ്ടായ പിന്നത്തിലുള്ള വിഷയമാണ് ഞാൻ പറയാൻ വരുന്നത്.
അപ്പോൾ ഞാൻ ബോംബെയിൽ എനിക്ക് ഇൻ്റർവ്യൂവിന് വന്നു. അതൊക്കെ ഭയങ്കര ഒരു വിഷയമാണ് ഇൻ്റർവ്യൂവിന് പോകാൻ. അപ്പോൾ നമുക്ക് ട്രെയിൻ ജേർണി ഉള്ളല്ലോ അന്ന്, ട്രെയിൻ ടിക്കറ്റ് കിട്ടത്തില്ല. അപ്പോൾ അതുപോലെ ഒരു അങ്കിൾ നമ്മളെ ഇവിടെ സഹായിക്കാനുണ്ടായിരുന്നു. ഇമ്മീഡിയറ്റ് അദ്ദേഹം റെയിൽവേയിൽ ജോലി ചെയ്യുന്നൊരു മനുഷ്യനായതുകൊണ്ട് ഇമ്മീഡിയറ്റ് ടിക്കറ്റ് എടുത്തു. ചുരുക്കം പറഞ്ഞാൽ വേഗത്തിൽ ഞാൻ ബോംബെയിലെത്തി. പിറ്റേ ദിവസം ഇൻ്റർവ്യൂ ചെയ്ത മാഡത്തിന് എന്നെ വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ സെലക്റ്റഡായി. അങ്ങനെ സെലക്റ്റഡ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു 3 മാസത്തിനുള്ളിൽ നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവരും, നീ അതുകൊണ്ട് ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് റിസിഗ്നേഷൻ ചെയ്തോളാൻ പറഞ്ഞു. പക്ഷെ ഞാൻ റിസൈൻ ചെയ്തില്ല. ദൈവാത്മാവ് എനിക്ക് അതിന് പ്രേരണ തന്നില്ല. ഞാൻ വിചാരിച്ചു ബഹ്റിനിലുള്ള എല്ലാ പേപ്പറും റെഡിയായിട്ട് എൻ്റെ കയ്യിൽ കിട്ടട്ടെ, അതിനുശേഷം ഞാൻ റിസൈൻ ചെയ്യാമെന്ന്. അപ്പോൾ ഈ വിഷയങ്ങളൊന്നും ആക്ച്വലി എൻ്റെ ഹസ്ബൻഡിനോ അവരുടെ വീട്ടിലുള്ള പല പ്രിയപ്പെട്ടവരുടെ ഉണ്ട്, ആർക്കും അറിയത്തില്ല. പാരൻസും ഉണ്ട്, അവർക്ക് ആർക്കും അറിയില്ല. അപ്പോൾ 1997 ജൂണിലാണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് മുതൽ ഇപ്പോൾ വിസ വരുമെന്ന് ഞാൻ നോക്കിയിരിക്കുന്നു. അപ്പോൾ തന്നെ ദൈവപ്രവർത്തികളും ആരാധനയ്ക്ക് പോവുകയും ദൈവപ്രവർത്തികൾ ചെയ്യുകയും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ കാലഘട്ടങ്ങളിൽ കുടുംബത്തോടൊന്നിച്ച് ജീവിക്കണമെന്നും ഗൾഫിലൊരു ജോലി കിട്ടണമെന്നും ഒക്കെ ഭയങ്കര ആഗ്രഹമുള്ള സമയമാണല്ലോ. അപ്പോൾ ഇപ്പോൾ പോകുമെന്നുള്ളൊരു ന്യൂസ് പറഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരും സഹപ്രവർത്തകരും, നമ്മളെ അറിയാവുന്ന ഒത്തിരി പേര്, നമ്മൾ വർഷങ്ങളായിട്ട് അവിടെ നിൽക്കുന്നത് കൊണ്ട് അറിയാവുന്ന ഒത്തിരി പേര് എല്ലാവരും നമ്മളെ ചോദിക്കാൻ തുടങ്ങി. ചോദ്യമായി, പിന്നെ അത് പരിഹാസമായി, പിന്നെ അത് നിന്നയായി. അങ്ങനെ വളരെ ഭാരപ്പെടാൻ ഇടയായി തീർന്നു. അങ്ങനെ 3 മാസം 6 മാസം 9 മാസം വർഷം ഇങ്ങനെ കഴിഞ്ഞു. 3-ാമത്തെ വർഷമായിട്ടും ഇവരുടെ വിസ പാസ്സായി. 2 വർഷത്തേക്ക് ഇവരുടെ വിസ പാസ്സായി 2 ഇയർ വാലിഡിറ്റി ആണല്ലോ ഉള്ളത്. അതിനിടയിൽ ഹസ്ബൻഡ് ഫാമിലി വിസയിലൂടെ കൊണ്ടുവരാൻ ആക്ച്വലി സാധ്യതകളെല്ലാം ഉണ്ട്. അദ്ദേഹത്തിന് ഫാമിലി വിസയും അതിന് സാധ്യതകളുമെല്ലാം ഉണ്ടെങ്കിലും ഇങ്ങനൊരു വഴി അടയ്ക്കപ്പെട്ടു പോയതുകൊണ്ട് മറ്റൊരു വിസ അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന വ്യൂവേഴ്സിനോട് എനിക്ക് പറയുവാനുള്ളത്, ദൈവം ഒരു വാതിൽ അടച്ചാൽ ആ വാതിലിനെ തുറക്കുവാൻ ദൈവത്തിനല്ലാതെ മറ്റാർക്കും കഴിയത്തില്ല. അവൻ ദോഷമായിട്ടൊന്നും ചെയ്യുന്ന ദൈവമല്ല. ഏകദേശം 3 വർഷക്കാലത്തോളം ഞാൻ ഈ വിസയ്ക്ക് വേണ്ടി ഭാരപ്പെട്ട് നിന്ദകൾ അനുഭവിച്ച് പ്രയാസം അനുഭവിച്ച് ആ ദേശത്ത് കഴിഞ്ഞു. കാരണം ജോലിയുണ്ട്, പൈസ ബുദ്ധിമുട്ടുകളോ മറ്റ് യാതൊരു പ്രയാസങ്ങളും എനിക്കില്ലെങ്കിലും നമ്മളിൽ ഹൃദയത്തിലൊരു കാര്യം ചിന്തിച്ചു, എനിക്ക് പോകണം. പക്ഷേ അതിൻ്റെ കാര്യം ഏകദേശം റെഡിയായി കിടക്കാനും പക്ഷേ ഒന്നും സാധ്യതയിലേക്ക് വരുന്നില്ല. അപ്പോൾ ആ ഉണ്ടാകുന്ന പ്രയാസവും പിന്നെ ഗൾഫിൽ പോകുന്നില്ലയോ എന്ന ചില ചോദ്യങ്ങളും അങ്ങനെയുള്ള ചില പ്രയാസകരമായ നിന്ദയുടെ അനുഭവങ്ങൾ എന്നെ വല്ലാതെ ഭീതിപ്പെടുത്തി ഭാരപ്പെടുത്തിക്കൊണ്ടിരുന്നു. പക്ഷേ അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ 8-ാമത്തെ വയസ്സ് മുതൽ തന്നെ ഞാൻ ഒരുപാട് ദർശനങ്ങളും സ്വപ്നങ്ങളും ഒക്കെ കണ്ട് എൻ്റെ മാതാപിതാക്കളോട് പറയുമായിരുന്നു, ഇങ്ങനെ ഞാനൊരു സ്വപ്നം കണ്ടു, ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇത് ദൈവം എനിക്ക് തരുന്ന ഒരു ആലോചനകളായിരുന്നു. അന്ന് നമുക്ക് കുഞ്ഞുങ്ങളായതുകൊണ്ട് അറിയത്തില്ല, ഒരു സ്വപ്നം പോലെ അതിനെ പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ ഈ വിഷയങ്ങളോട് ബന്ധപ്പെട്ടും പരിശുദ്ധാത്മാവ് എനിക്ക് ശക്തമായ ആലോചനകളെയും സ്വപ്നങ്ങളെയും ഒക്കെ നൽകിക്കൊണ്ടിരുന്നു. അപ്പോഴും ഞാൻ ക്ലിയറായിട്ട് ഈ ഒരു വിഷയത്തോട് ബന്ധപ്പെട്ട് ദൈവം സംസാരിക്കുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെ എന്താ കണ്ടേ, ഇങ്ങനെയൊക്കെ ഹൃദയത്തിൽ ചിന്തിച്ചും വ്യാകുലപ്പെട്ടും നടന്നു പോയിക്കൊണ്ടിരുന്നു. ഞാനങ്ങനെ വളരെ പ്രയാസപ്പെട്ട ഒരു ദിവസം എൻ്റെ മുറിയിൽ വന്ന് സഹോദരിമാരോ എന്നെ വളരെ പ്രയാസപ്പെടുത്തുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കുകയോ നിന്ദിക്കുകയോ ഒക്കെ ചെയ്ത ഒരു പ്രയാസപ്പെട്ട ദിവസം വന്ന് ഞാൻ ദൈവസന്നിധിയിലേക്ക് ഇങ്ങനെ മുറിയിലേക്ക് നിൽക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലൊരു പാട്ട് വരികയാണ്, നിന്ദിതാപാത്രമായി മേവാൻ താതൻ നിന്നെ കൈവിടുമോ, എഴുന്നേറ്റ് പണിതിടുക, തിരുക്കരം നിന്നോട് കൂടിയിരിക്കുമെന്നുള്ള ഒരു വചനശക്തി. ആ ഒരു പാട്ട്, ഞാൻ ആ പാട്ട് പാടി സമയങ്ങളോളം അവിടെ നിന്ന് ആരാധിച്ച്. എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഉടനെ ഒരു പാട്ട് കിട്ടി, അഭിഷേകത്തിൽ ആരാധിക്കാനൊരു ശക്തി ലഭിച്ചു. അവിടെ നിന്ന് ചില മണിക്കൂറുകൾ ആരാധിക്കേണ്ടതായി തീർന്നു. അങ്ങനെ ആ ദിവസം, അന്നത്തെ ദിവസം തന്നെ എൻ്റെ ഭർത്താവ് ഇവിടെ നിന്ന് എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, ഇവിടെ ജോൺ കുര്യൻ എന്ന് പറയുന്ന ബ്രദറൻ ചർച്ചിലെ ഒരു ഉപദേഷ്ടാവാണ്. അദ്ദേഹം ആ ദിവസങ്ങളിൽ ഇവിടെ വിസിറ്റിങ്ങിന് വന്നപ്പോൾ അദ്ദേഹം ഒരു പ്രസംഗം ചെയ്തു. ആ പ്രസംഗ സമയത്ത് അവർക്ക് തലേ കൈവച്ചുള്ള ശുശ്രൂഷകളോ അല്ലെങ്കിൽ പ്രവചനങ്ങളോ ഒന്നും ഇല്ലെങ്കിലും വചനത്തിൽ കൂടെ അവർ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറയുക, നിൻ്റെ വൈഫിൻ്റെ വിസ ശരിയായിരിക്കുക, നീ പോയി അധികാരിയോട് സംസാരിക്കുക, നീ നാളെ പോയി സംസാരിച്ചാൽ നിൻ്റെ വഴി ഓപ്പൺ ആകും. ഇങ്ങനെ ആരോടോ പറയുന്നത് പോലെ താൻ പറയുകയാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വിഷയവും ഹൃദയത്തിലെ വിഷയവുമായിരുന്നതുകൊണ്ട് താൻ അതങ്ങ് ഏറ്റെടുത്തു. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഫാമിലി വിസയ്ക്കുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും ഈ സൽമാനിയയിലെ വിസ മുഖാന്തരം എനിക്ക് മിസ്രോ ഹെൽത്തിൻ്റെ വിസ മുഖാന്തരം തടയപ്പെട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ ഓൾറെഡി തൻ്റെ മാനേജർ തന്നോട് ഇത് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നത് കൊണ്ട് പിറ്റേ ദിവസം തന്നെ ആ ദൈവദാസൻ്റെ വാക്കുകളെ അംഗീകരിച്ച് അക്സെപ്റ്റ്. ഇദ്ദേഹത്തോട് വ്യക്തിപരമായി സംസാരിച്ചതല്ല, പ്രസംഗ ടൈമിൽ താൻ ടോട്ടൽ ഇങ്ങനെ കോമൺ ആയിട്ട് സംസാരിച്ച കാര്യം. പക്ഷേ ഇത് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ താൻ പോയി സംസാരിച്ചു. അന്ന് തന്നെ അത് സാങ്ഷനായി, വിസ അപ്ലൈ ചെയ്തു. വിതിൻ 2 വീക്സ് ഞാൻ ബഹ്റിനിലെത്താൻ ദൈവം എനിക്ക് ഇടയാക്കി തീർത്തു. അപ്പോൾ ആ 3 വർഷക്കാലം ഞാൻ നാട്ടിൽ എൻ്റെ ബനാറസിലായിരുന്നു. പല പ്രാവശ്യം അദ്ദേഹം നാട്ടിൽ വിസിറ്റിങ്ങിന് വന്നു.
അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം, ആ 3.5 വർഷക്കാലം ഞാൻ അവിടെ ആകാനുള്ള കാരണം, കർത്താവിന് എന്നെ നമുക്കെല്ലാ വഴികളും തുറന്നു കിട്ടുമ്പോൾ നമുക്കൊരു വിചാരമുണ്ട്. അന്ന് ഞാൻ പറഞ്ഞല്ലോ, ഭർത്താവിൻ്റെ ഇവിടെ കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്, അവരുടെ വീട്ടുകാരും പേരൻസും ഒക്കെ ഇവിടെയുണ്ട്. അപ്പോൾ എല്ലാ വഴി എനിക്ക് ഓപ്പൺ, എനിക്ക് സിമ്പിളായി കിട്ടിയ പോലൊരു വിചാരം വരും. പക്ഷെ ദൈവം അത് ദൈവമക്കളെ കൊണ്ട് ആഗ്രഹിക്കുന്നില്ല. സർവ്വമഹത്വവും ദൈവം എടുക്കണം, ദൈവത്തിനെടുക്കണം. അപ്പോൾ എൻ്റെ വഴിയെ ദൈവം ബ്ലോക്ക് ചെയ്തു. അപ്പോൾ ഞാൻ പ്രാർത്ഥന തുടങ്ങി, ആരാധന തുടങ്ങി, ദൈവത്തോട് ചോദിക്കാൻ തുടങ്ങി, ദൈവത്തോട് ഡിമാൻഡ് ചെയ്തു, പ്രാർത്ഥിച്ച് ഞാൻ ആ വിഷയത്തെ നേടിയെടുത്തപ്പോൾ ഇന്നും ഈ സമൂഹത്തോട് എനിക്ക് പറയാൻ കഴിയും, ഞാൻ പ്രാർത്ഥനയാൽ കർത്താവ് എനിക്ക് ആ കാര്യം സാധിപ്പിച്ചു തന്നു. അങ്ങനെയാണ് ഇന്ന് നമുക്ക് തോന്നുമ്പോൾ ഇതൊരു ഈസി ആയിട്ട് തോന്നും, ഒരു വിസിറ്റിംഗ് വിസ എടുത്താൽ പോരെ, ഒരു ഫ്രീ വിസ എടുത്താൽ പോരെ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ആ കാലഘട്ടങ്ങളിൽ നമുക്ക് ആ പ്രത്യേക സാഹചര്യത്തിൽ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചൊരു വലിയ വിഷയമാണ്. അങ്ങനെ ഞാനിവിടെ എത്തി. ഞങ്ങൾ മറ്റൊരു ഫാമിലിയോട് ചേർന്ന് താമസിച്ചു. ബ്രദറൻ ചർച്ചിൽ ആരാധനയ്ക്ക് പോയി. ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഞാൻ പിന്നെയും ആത്മീയമായി വളരാൻ ആ ദൈവം എന്നെ ബനാറസിൻ്റെ പ്രദേശമാക്കി വെച്ചിരുന്നത്. പക്ഷേ ചില നാളുകൾ കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നപ്പോൾ പിന്നെയും ഞാൻ ഈ ബ്രദറൻ ചർച്ചിലോട്ടാണ് പോകുന്നത്. ബ്രദറൻ ചർച്ചിലേക്ക് ആരാധനയ്ക്ക് പോകും. അവിടെയും വചനമുണ്ട്, പാട്ട് പ്രാർത്ഥനയൊക്കെ ഉണ്ട്, നല്ല സ്നേഹിക്കുന്ന ദൈവമക്കളുണ്ട് ഒക്കെ ഉണ്ട്. എന്നാൽ അച്ഛൻ രാവിലെ ജോലിക്കങ്ങ് പോയി കഴിയുമ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് അന്യഭാഷയിൽ ആരാധിക്കും. എനിക്ക് അവരോട് വെറുപ്പോ അവരെ തെറ്റാണെന്ന് പറയാനൊന്നും ഉള്ള ഇതില്ല, കാരണം അവരും നല്ല വചനം തന്നെയാണ് പറയുന്നത്. പക്ഷേ എൻ്റെ ദൈവത്തോട് എനിക്കുള്ള കർത്താവ് എവിടെയാണ് ഞാൻ ആകേണ്ടത്, ഇതിനിപ്പോൾ ഏതാണ് കറക്റ്റ്? അഭിഷേകത്തിൻ്റെ ആഴങ്ങളിലുള്ള ആരാധന അവിടെ ഇല്ല, സഹോദരിമാർക്ക് പ്രാർത്ഥിക്കാനൊക്കില്ല. ഇങ്ങനെയുള്ള അവസ്ഥയിലാക്കി അതാണോ കറക്റ്റ്? അതാണെങ്കിൽ ഞാൻ അങ്ങനെയാകാം. ഇങ്ങനെയുള്ള രീതിയിൽ അച്ഛൻ കേൾക്കാതെ ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയും അന്യഭാഷകൾ ആരാധിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ദിവസം ചില നാളുകൾ പോയി. അപ്പോൾ തന്നെ അതിനിടയിൽ ഞാൻ പറയുന്നെങ്കിൽ ദൈവം ഞങ്ങളെ ധാരാളമായി അനുഗ്രഹിച്ചു കൊണ്ടിരുന്നു. ഞങ്ങളുടെ വിവാഹത്തിൻ്റെ ആദ്യ ദിനം മുതൽ പടിക്കുപടി ഉയർച്ചയെന്നല്ലാതെ എനിക്ക് ഒരു താഴ്ചയും പറയാനില്ല. ഞാൻ ഈ ബഹ്റിനിൽ വന്നു. ആദ്യ വർഷം തന്നെ എനിക്ക് ഒരു തലമുറയെ ദൈവം ദാനം ചെയ്തു. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ജോലിയോട് ബന്ധപ്പെട്ടുകൊണ്ടെന്ന് പറഞ്ഞോട്ടെ, ഞാൻ ഈ ബഹ്റിനിലേക്ക് കടന്നു വന്നപ്പോൾ എന്നേക്കാൾ സീനിയേഴ്സായിട്ട് എൻ്റെ കസിൻസായിട്ട് പല പ്രിയപ്പെട്ടവരും നമ്മളറിയുന്ന പല സഹോദരിമാർ ചർച്ചകളിലും ഒക്കെ ഉണ്ട്. അവരെല്ലാം 2000 ഇവിടെ വലിയ ടെർമിനേഷൻ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനിവിടെ വരുന്നത്. അപ്പോൾ എനിക്കൊരു ജോലി കിട്ടാൻ ഇപ്പോൾ അവിടെ ചാൻസ് ഇല്ല മാനുഷികമായിട്ട്. പക്ഷെ ഞാൻ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു, ഞാൻ ജോലി ചെയ്യുന്നുവെങ്കിൽ ബഹ്റിനിൽ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ ജോലി ചെയ്തിരിക്കും. എൻ്റെ കർത്താവിന് കഴിയാത്തൊരു കാര്യവുമില്ല. എൻ്റെ ഈ ഉറപ്പും ധൈര്യവും അനേക സഹോദരിമാർ ഇന്നും അവർക്ക് സാക്ഷ്യമായി പറയാനുള്ള ഒരു അനുഭവമായിട്ട് മാറി. അങ്ങനെ ടെർമിനേഷൻ വളരെ ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാനും. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫ്, പുള്ളിക്കാരത്തി ഒരു ക്ലിനിക്കിൽ ജോലി ചെയ്യുന്നുണ്ട്. ആ സഹോദരി എന്നോട് പറഞ്ഞു, സൽമാനിയയിൽ ഒരിക്കൽ സെലക്ഷൻ കിട്ടി, ചിലപ്പോൾ ഇനി അവരാളിനെ എടുക്കത്തില്ലായിരിക്കും, നമുക്കൊരു ക്ലിനിക്കിലേക്ക്, അവരുടെ തന്നെ ക്ലിനിക്കിൽ ഒരു അപ്പോയിൻമെൻറ്റ് വാങ്ങിച്ച് ചാൻസ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ക്ലിനിക്കിൽ ഒരു ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുക. അദ്ദേഹം ഒത്തിരി ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചു. ഒരു ക്വസ്റ്റ്യന് പോലും ആൻസർ പറയാൻ എനിക്ക് പറ്റിയില്ല. എപ്പോഴാണ് അദ്ദേഹം എൻ്റെ പേര് ചോദിച്ചെന്ന് പോലും എനിക്കറിയില്ല. അതായത് അദ്ദേഹം ജർമ്മൻ ഭാഷയാണോ പറയുന്നത്, അറബിക് ഭാഷയാണോ പറയുന്നത്, ഇംഗ്ലീഷാണോ എന്ന് എനിക്ക് ബ്രെയിനിൽ കയറുന്നില്ല. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഒരു ആൻസർ ഞാൻ പറഞ്ഞില്ല. ചുരുക്കം പറഞ്ഞാൽ എൻ്റെ പേര് പോലും ഞാൻ പറഞ്ഞില്ല. മടങ്ങി വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി. കർത്താവെ, ഏത് ദേശത്തേക്കായി അയച്ചേക്കുന്ന, ഇവർ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ദുഃഖത്തോടെ ഇറങ്ങി വന്നപ്പോൾ എന്നോട് ആ സഹോദരി പിന്നെയും പറഞ്ഞു, സാരമില്ല ജോയ്സേ, സൽമാനിയയിൽ ഒരിക്കൽ സെലക്റ്റഡ് ആയല്ലേ, ഒരു വട്ടം കൂടെ അവിടുത്തെ തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞ് ഞങ്ങൾ പോകുന്ന ഓൺ ദ വേയിൽ തന്നെ സൽമാനിയയിൽ ഇത് HR ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ ഈ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ HR ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ കയറി. അവിടെ ചെന്നപ്പോൾ ഇത് ഡീൽ ചെയ്യുന്ന വ്യക്തിയെ കണ്ടു. അപ്പോൾ അദ്ദേഹം എന്നെ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറയുക, സിസ്റ്റർ എവിടെ നിന്നാണ് വരുന്നത്? സിസ്റ്ററിനെ നല്ല പരിചയം, എന്നെപ്പോലുള്ള 1000 പേർ ജോലി ചെയ്യുന്ന മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ എന്നെ പരിചയമുണ്ടെന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല. സർവ്വശക്തനായ ദൈവം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ തോന്നിപ്പിച്ചു എന്നേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹം, ഞാൻ വിചാരിക്കുക, ഈ ബഹർണിയായ മനുഷ്യനെ എന്നെ പരിചയമുണ്ടെന്ന് പറയണമെങ്കിൽ ഒരു ചാൻസ് ഇല്ല. ഒറ്റ ചാൻസ് എൻ്റെ മെമ്മറിയിൽ വരുന്നത് ബോംബെയിൽ വന്ന ഇൻ്റർവ്യൂവിന് ഇദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഓർമ്മ ഇയാളെക്കുറിച്ച് വന്നു, ഈ മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ ഇതൊരു ചാൻസായിട്ട് തീർന്നു. അങ്ങനെ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, 1997 എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സെലക്റ്റഡ് ആയതാണ്, എന്നെ കൊണ്ടുവന്നില്ലല്ലോ, അങ്ങനെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന്, ഏത് ഡിപ്പാർട്ട്മെൻറ്റ്? നോ, 1997 ഞാൻ സെലക്റ്റഡ് ആക്കിയ സകല ആൾക്കാരെയും കൊണ്ടുവന്നെന്ന് പറഞ്ഞു. ഇല്ല സാറേ, അന്ന് വന്നു. അപ്പം നിൻ്റെ പേരെന്തുവാ? എൻ്റെ പേര് പറഞ്ഞു. അദ്ദേഹം ചെന്ന് ഒരു കബോർഡ് തുറന്നപ്പോൾ എൻ്റെ മാത്രം ഒറ്റ ഫയൽ അവിടെ ഇരിപ്പുണ്ട്. തുറന്നിട്ട് ചോദിച്ചു, ജോയ്സ് ജോൺ ആണോ? അതേന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഒരൊറ്റ ഫയൽ മാത്രം ശേഷിപ്പിച്ച് ബാക്കിയുള്ള ആൾക്കാരെ അവർ കൊണ്ടുവന്നു.
പക്ഷേ കർത്താവ് തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി എല്ലാം ഒരുക്കുന്ന തക്ക സമയത്താണ്. അത് മുൻമേയും കിട്ടത്തില്ല, താമസിച്ചും കിട്ടത്തില്ല. മാത്രമല്ല, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തണം. അതാണ് കർത്താവ് നമ്മെ കൊണ്ട് ആഗ്രഹിക്കുന്നത്. എനിക്കത് ഈസിയായിട്ട് 97-ൽ എൻ്റെ സെലക്ഷനായ സമയത്ത് തന്നെ 3 മാസത്തിനുള്ളിൽ ഞാൻ ഇവിടെ വന്നെങ്കിൽ ദൈവത്തിന് വലിയ മഹത്വമൊന്നും കൊടുക്കത്തില്ല. ഞാൻ എന്താ പറയാൻ പോകുന്നത് ചോദിച്ചാൽ, എൻ്റെ ഭർത്താവിന് എന്നെ കൊണ്ടുപോകാമായിരുന്നു, പക്ഷേ ഇങ്ങനൊരു ഇൻ്റർവ്യൂ വന്ന് പാസ്സായതുകൊണ്ട് ഞാൻ വന്നു. മഹത്വം എവിടെ പോയി? കർത്താവിന് മുഴുവൻ മഹത്വവും ദൈവം ആഗ്രഹിക്കിയ ഭക്തന്മാരെക്കുറിച്ച്. രണ്ടാമത്, ഭക്തന്മാരുടെ നന്മയെ തൊടുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ശത്രു അതിനെ ഡിലേ ആക്കിയാലും തക്ക സമയത്ത് ദൈവം അതൊരുക്കി ശ്രേഷ്ഠകരമായ അനുഭവത്തിൽ ദൈവം നമുക്കത് നൽകിത്തരും. അങ്ങനെ ഞാൻ ഇവിടെ വന്നൊരു ഇൻ്റർവ്യൂ ചെയ്യുകയോ ഒരു സൈൻ പോലും ഇടാതെ അദ്ദേഹം ആ ഫയലെടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, നഴ്സിംഗ് ഓഫീസറിൻ്റെ കൈ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അന്നത്തെ നഴ്സിംഗ് ഓഫീസർ എന്നെ കണ്ട് വണ്ടറടിച്ചു. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും കൊണ്ട് നീ എവിടെ മുങ്ങിപ്പോയി എന്ന് ചോദിച്ചു. സ്തോത്രം. ഒരു കാര്യത്തിനും ഇവിടെ വന്ന് ഒരു ജോലിക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ ഈ ഫയൽ ഇവിടെ കൊടുത്തു എന്നുള്ളൊരൊറ്റ പ്രവൃത്തിയെ ഞാൻ ചെയ്തുള്ളൂ. എൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ ക്രമീകരിച്ചു, ലൈസൻസ് ശരിയാക്കി. എനിക്ക് കർത്താവ് ഇവിടെ സൽമാനിയയിൽ NICUവിൽ വർക്ക് ചെയ്യുവാൻ ഒരു ഭാഗ്യം ദൈവം നൽകി തന്നു. കഴിഞ്ഞ 24 വർഷമായിട്ട് കർത്താവ് അങ്ങനെ എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി സംഗ്രഹിച്ചു വെക്കുന്ന നന്മയുണ്ട്. അതിനെ തൊടുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. പക്ഷേ നാം എന്ത് ചെയ്യണം? കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തതയുള്ളവരായിരിക്കണം. ദൈവം നമ്മളെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവിശ്വസ്തത എവിടെയെങ്കിലും കടന്നു വന്നാൽ, നമ്മൾ അനീതിയുണ്ടെന്ന് നമ്മളിൽ കണ്ടാൽ, പലപ്പോഴും നമ്മുടെ നന്മകൾ മാറിപ്പോകും, നമ്മൾക്ക് ലഭിക്കേണ്ട ന്യായങ്ങൾ മറിഞ്ഞു പോകും. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയുവാനുള്ളത്, കർത്താവിൻ്റെ കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും വരികയില്ല. അവൻ കടന്നു പോകുന്നിടത്തൊക്കെയും ദൈവം മുൻപടയായിരിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരിക്കുമെന്ന് എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് എനിക്ക് പറയുവാൻ കഴിയും. സ്തോത്രം ചെയ്യട്ടെ. അങ്ങനെ ഞാൻ വർക്ക് ആരംഭിച്ചു. അപ്പോഴും ഞങ്ങൾ ബ്രദറൻ ചർച്ചിൽ തന്നെയാണ് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഷെയറിങ് അക്കോമഡേഷനിലാണ് താമസിക്കുന്നത്. അപ്പം ഈ പിതാവൊക്കെ ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുറച്ച് കബോർഡും കട്ടിലും കുറച്ച് ഉപകരണങ്ങളൊക്കെ ഞങ്ങളുടെ ഈ മുറി നിറച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഞങ്ങൾ കുഞ്ഞുങ്ങൾ ആ സമയത്തായിട്ടില്ല. അപ്പോൾ അവിടെ ലേഡീസ് മീറ്റിങ്ങിൻ്റെ ഒരു സഹോദരി, ബ്രദറൻ ചർച്ചിൽ ലേഡീസ് മീറ്റിംഗ് ഉണ്ട് മാസത്തിലൊരു പ്രാവശ്യം. ഒരു ലേഡീസ് മീറ്റിംഗ് എന്നോട് ചോദിച്ചു, ജോയ്സെ അടുത്ത മാസത്തെ ലേഡീസ് മീറ്റിംഗ് നിങ്ങളുടെ വീട്ടിൽ നടത്തട്ടെ എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ വീട്ടിൽ ഈ മീറ്റിംഗ് നടത്തി നല്ല എക്സ്പീരിയൻസ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ നാട്ടിലെ വീടെന്ന് പറയുന്നത് എപ്പോഴും പ്രാർത്ഥന നടക്കുന്നൊരു വീടാണ്. എൻ്റെ ഭവനം തന്നെ ഒരു ആരാധനാലയം എന്ന് പറയും. അതുപോലെ ഭവനത്തിൽ പ്രാർത്ഥന നടക്കുന്നത് കൊണ്ട് എനിക്കൊരു വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. ഓക്കെ എന്ന് ഞാൻ പറഞ്ഞു. ആ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു, എവിടെ നടത്തും? ഹോളുണ്ട്, ആ ഹോളിനകത്തിൽ AC ഇല്ല. നമ്മുടെ ഇവിടുത്തെ സിറ്റുവേഷനിൽ AC ഇല്ലാതെ ചൂട് സമയത്ത് ഒരു മീറ്റിംഗ് നടത്താനൊക്കത്തില്ല. ഏകദേശം 10-40 പേരോളം വരുന്ന ഒരു മീറ്റിംഗ്. ഈ ചോദിച്ച ആൻറ്റിയും നമ്മുടെ സിറ്റുവേഷനെ കുറിച്ച് അത്ര ചിന്തിച്ചൊന്നുമില്ല. അവർ വലിയ ഫ്ലാറ്റിൽ താമസിക്കുന്ന, അവരവരുടെ ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ ഓക്കെ പറയുന്ന ഒരു പ്രതീക്ഷിച്ചൊന്നും അറിയത്തില്ല. ഏതായാലും ഞാൻ ഓക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും ഞാനിവിടെ തീരുമാനിച്ചു, നമുക്ക് ഈ സാധനങ്ങളൊക്കെ വെളിയിറക്കി കോറിഡോറിലൊക്കെ ഇറക്കിയിട്ട് നമുക്കിവിടെ പ്രാർത്ഥന നടത്താമെന്ന്. അങ്ങനെ ഞങ്ങൾ ആ ദിവസം തലേ ദിവസം തൊട്ട് എൻ്റെ ഭർത്താവ് ഒത്തിരി കഷ്ടപ്പെട്ട് അദ്ദേഹം കോറിഡോറിലേക്ക് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ട് ആ റൂം empty ആക്കി 10-40 പേർക്ക് ഇരിക്കാൻ കൊള്ളാവുന്നൊരു അവസരമാക്കി. ഈ സഹോദരിമാരെയൊക്കെ ഇവർ വന്ന് കണ്ടപ്പോൾ ഇവർക്ക് ഭയങ്കര പ്രയാസം. ഇത്രയും കഷ്ടപ്പെട്ട് ഈ മുറി empty ആക്കി ഞങ്ങളെ സ്വീകരിച്ചല്ല. ആ വിഷയത്തെ ഓർത്ത്, അയ്യോ ജോയ്സ് എന്താണെന്ന് ഓർപ്പിക്കാഞ്ഞ്. എനിക്കന്നേരം ഒരു പ്രയാസമായിട്ട് തോന്നിയില്ല, എനിക്കൊരു സന്തോഷമായിട്ടാണ് തോന്നി. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ കർത്താവിന് വേണ്ടി ഒരല്പമായി ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ആ 2 മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് 3 ബെഡ്റൂമുള്ള ഒരു ഹോളുമായിട്ടുള്ള, ആ കാലഘട്ടങ്ങളിൽ ഞങ്ങളെപ്പോലുള്ള ചെറിയ ഫാമിലികൾ ആരും അത്രയും വലിയ ഫ്ലാറ്റിൽ താമസിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു ഫ്ലാറ്റ് ദൈവം ഞങ്ങൾക്ക് ദാനം ചെയ്തു. എനിക്ക് പറയുവാനുള്ളത്, കർത്താവിൻ്റെ സന്നിധിയിൽ അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ ദൈവം നമ്മളെ അധികത്തിൽ വിചാരകനാക്കുമെന്ന് എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. സ്തോത്രം. അങ്ങനെ ഞങ്ങൾക്ക് ഫ്ലാറ്റ് കിട്ടി. ദൈവകൃപയാൽ എൻ്റെ ജോലി, ഞാൻ പറഞ്ഞല്ലോ, ജോലി ശരിയായി, ഫ്ലാറ്റ് കിട്ടി. പിന്നെ ഒത്തിരി, അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥന നടത്തുന്നത് ഞാൻ ഭർത്താവിനും വളരെ സന്തോഷമാണ്. ഞങ്ങളെല്ലാം മിക്ക ദിവസങ്ങളും നമ്മുടെ വീട്ടിൽ പ്രാർത്ഥനയുണ്ട്. അങ്ങനെ 2002 കടന്നു വന്നപ്പോൾ ഞങ്ങൾക്ക് തലമുറയുണ്ടായി. അപ്പോൾ ആ കുഞ്ഞിനൊരു വയസ്സോളം ആകുന്നു. എൻ്റെ സഹോദരനെ ആ സമയത്തോട്ട് വിസിറ്റിങ്ങിന് കൊണ്ടുവന്നു. അപ്പോൾ ഈ കുഞ്ഞു പിള്ളേരെ ആഹാരം കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് സ്വിച്ച് ഓൺ ചെയ്തും വെള്ളം ഓൺ ചെയ്തും ഒക്കെ ഇവരിങ്ങനെ ഭക്ഷണം കഴിക്കാനും ഒക്കെ തുടങ്ങി. ഭക്ഷണം കഴിപ്പിക്കും ഞങ്ങളങ്ങനെ. ഞങ്ങൾ ജോലിക്ക് പോകുമ്പം ഈ സഹോദരനോട് ഞാൻ പറയും, അച്ചാച്ച ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ സ്വിച്ചൊക്കെ കൊണ്ട് ഇവനെ കാണിച്ചാൽ മതി കഴിക്കുമെന്ന്. അപ്പോൾ പുള്ളിക്കാരൻ എന്ത് ചെയ്തു, ഇതൊക്കെ കാണിച്ചുകൊണ്ട് പുള്ളി ഹല്ലേലൂയ 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 എന്ന് പാട്ട് പാടി പഠിപ്പിച്ചുകൊണ്ട് ഇവനെ ഫുഡ് കഴിപ്പിച്ചു. അപ്പോൾ ഇവൻ ഇതൊരു വലിയ പാട്ടായിട്ട് മാറി. അപ്പോൾ ഈ ഡാഡി, അവൻ്റെ ഫാദർ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അദ്ദേഹത്തെ റിസീവ് ചെയ്യാൻ ഇവന് ഓടിച്ചെല്ലാം. അവന് 1 വയസ്സ് 1.5-2 വയസ്സ് ആവുന്നുള്ളതേ ഉള്ളൂ.
അപ്പോൾ അവനോട് എൻ്റെ ഹസ്ബൻഡിനോട് പറയും, ഡാഡി ഹല്ലേലൂയ 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 എന്നിവൻ പാട്ട് പാടും. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഹൃദയത്തെ സ്ട്രൈക്ക് ചെയ്തു. കാരണം അദ്ദേഹം ബ്രദറൻ ചർച്ചിൽ അവർ ആരാധനയും പാട്ടും പ്രാർത്ഥനയും ഉണ്ടെങ്കിലും നമ്മൾ അത് പെന്തക്കോസ്തിൻ്റെ അനുഭവത്തിലുള്ള ദൈവമക്കൾ പറയുന്നത് പോലെയുള്ള സ്തോത്രവും ഹല്ലേലൂയ അവർക്കില്ല. അപ്പോൾ അത് അദ്ദേഹത്തിന് ഭയങ്കര ഒരു ചിന്തയായിട്ട് മാറി. അത് ഞാൻ അറിയുന്നില്ല. ചില ദിവസങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒരു ഞായറാഴ്ച എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആരാധനയ്ക്കൊരു മാറ്റം ഉണ്ടാകണമെന്ന് നാളുകളായി ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. ഞാൻ ഇന്ന് തൊട്ട് അളിയൻ, എൻ്റെ ആങ്ങളെ ഉണ്ടല്ലോ, അപ്പോൾ ആങ്ങളെ ബന്ധുക്കോസ് ചർച്ചിലോട്ടാണ് പോകുന്നത്, അളിയൻ പോകുന്ന ചർച്ചിൽ ഞാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ആങ്ങളെയും കൂടെ ഉള്ളപ്പോൾ എൻ്റെ മാനസികമായ ബുദ്ധിമുട്ട് അങ്ങനെ വല്ല ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞു, വേണ്ട വേണ്ട, നമുക്കിപ്പോൾ അങ്ങനെ പോകണ്ട, എല്ലാവരും അച്ഛൻ്റെ അളിയൻ ഇവിടെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പിതാവ് ഇവിടെ ഉണ്ടായിരുന്നു, സഹോദരങ്ങൾ ഇവിടെ ഉണ്ട്, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അച്ഛൻ ഇങ്ങനെ ബന്ധക്കോസ് വരുമ്പോൾ മറ്റുള്ളവരൊക്കെ ഓരോ വിഷയങ്ങളൊക്കെ പറയും, അതുകൊണ്ട് നമുക്ക് പോകണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, അങ്ങനെയല്ല, ദൈവം ഒരുവനെ വേർതിരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നോ പറയാൻ പാടില്ല. ദൈവം പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് അവർ മാറുകയില്ല. അങ്ങനെ ഒരു ശബ്ദം ഞാൻ കേട്ടപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്ന് മുതൽ പെന്തക്കോസ്തിൻ്റെ അനുഭവത്തിൽ ആരാധന തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഷാരോൺ ചർച്ചിൽ ആരാധനയ്ക്കായി പോയി. ചില വർഷങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് അവിടെ ദൈവത്തെ ആരാധിച്ചു. അതിനുശേഷം 2016 അതിനിടയ്ക്ക് വെച്ച് വേറൊരു ഗ്രൂപ്പ്, ചെറിയ ഒരു കൂട്ടായ്മയുമായിട്ട് ബന്ധപ്പെട്ട് പോയി. പല ദൈവദാസന്മാർ ഭവനത്തിൽ വന്ന് പ്രാർത്ഥന നടത്തി. നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ആരാധനാലയമാണ്. 2002 മുതൽ തന്നെ അനേക ദൈവദാസന്മാർ ഭവനത്തിൽ വരും, ഒത്തിരി വിശ്വാസികൾ വരും. അങ്ങനെ ഒരു പ്രാർത്ഥനയൊക്കെ നടന്നുകൊണ്ടിരുന്നു. ഞങ്ങളും അതിലൊരു വിശ്വാസിയാണ്. അങ്ങനെയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. 2016 ഞങ്ങളുടെ എൻ്റെ ഹസ്ബൻഡ് തന്നെ ഒരു മീറ്റിംഗ് ലീഡ് ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവിനാൽ നിയോഗം ലഭിച്ച് താൻ തന്നെ ഒരു പ്രാർത്ഥന ഗ്രൂപ്പ് വീട്ടിൽ ആരംഭിച്ചു. അപ്പം നമ്മുടെ ഒരു പ്രത്യേക കൺസേണാണ്, ഒരു സഭയിലുള്ള വിശ്വാസിയോ ഈവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നിൽക്കുന്നവരാണെന്ന് പറഞ്ഞാൽ പോലും ഒരു സഭയിൽ നിന്നും ഒരാളിനെ വിളിക്കുന്നതിനേക്കാൾ ഉപരി യേശു കർത്താവിനെ അറിഞ്ഞിട്ടില്ലാത്ത ഹൈന്ദവരായും മറ്റു സാമുദായിക കെട്ടുപാടുകളിൽ പാരമ്പര്യ കെട്ടിൽ കിടക്കുന്ന ആൾക്കാരുണ്ട്. അവരെ ക്രിസ്തുവിലേക്ക് നടത്തണമെന്നായിരുന്നു എൻ്റെയും പ്രിയപ്പെട്ടവൻ്റെയും കാഴ്ചപ്പാട്. അപ്പം ഞങ്ങളങ്ങനെ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. ഒത്തിരി സുവിശേഷം പറയാനൊന്നും ഞങ്ങൾ പോയിട്ടില്ല. പക്ഷേ ദൈവത്തിന് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് നമ്മെക്കാട്ടിലും അറിയാവുന്നൊരു ദൈവത്തെയാണ് നമ്മൾ ആശ്രയിക്കുന്നതും സേവിക്കുന്നതും. അങ്ങനെ ഞങ്ങൾ ആഗ്രഹിച്ചു. ഒരു ചർച്ചയായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ഒരു ദൈവദാസൻ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹവും ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ, എൻ്റെ കുഞ്ഞുങ്ങളുമേ ഉള്ളൂ. പക്ഷേ അന്ന് വൈകിട്ട് ഒരു സഹോദരൻ, നേരത്തെ അറിയുന്നൊരു സഹോദരനാണ്, അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു സഹോദരനുണ്ട്, രക്ഷയെക്കുറിച്ചൊക്കെ മനസ്സിലായ പ്രിയപ്പെട്ടവനാണ്, അദ്ദേഹത്തിനൊരു വലിയ വിഷയമുണ്ട്, ഒരു ഫാമിലി, പ്രാർത്ഥിക്കുന്ന ഫാമിലി വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ചെന്നൊന്ന് പ്രാർത്ഥിക്കാമായിരുന്നെന്ന് ആ മറ്റേ സഹോദരനോട് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ പെട്ടെന്നൊരു ഇത് കിട്ടിയത് ഞങ്ങളുടെ ഭവനത്തെക്കുറിച്ച്. അപ്പോൾ ജേക്കബ് എൻ്റെ ഭർത്താവിൻ്റെ പേര്, ജേക്കബ് ബ്രദറെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. ഓക്കേ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ ഭവനത്തിലേക്ക് ആ പ്രിയപ്പെട്ടവർ 2 സഹോദരന്മാരോട് നമ്മുടെ ഭവനത്തിൽ വന്ന് അന്ന് വൈകിട്ട് തന്നെ വന്ന് ഞങ്ങൾ പ്രാർത്ഥന ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ വിഷയമെന്ന് പറയുന്നത്, അദ്ദേഹം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ആ കാലഘട്ടങ്ങളിൽ കമ്പനിയിൽ എന്തോ പ്രശ്നം ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ വിസ റിന്യൂ ആവുന്നില്ല. പുള്ളിക്ക് അർജൻറ്റായിട്ട് നാട്ടിലൊന്ന് പോയി വരണം, അതിന് ലീവ് കൊടുക്കത്തില്ല, ടിക്കറ്റ് കൊടുക്കത്തില്ല. അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വിസ അടിക്കാതെ പോയാൽ തിരിച്ചു വരാൻ ഒക്കത്തില്ല, അങ്ങനെ ബുദ്ധിമുട്ട്. അങ്ങനെ വല്ലാത്തൊരു ഞെരുക്കത്തിൽ താൻ നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയിൽ വിശ്വാസത്താൽ കൽപ്പിച്ചു, സഹോദരൻ പോയി മാനേജ്മെൻറ്റിനോട് സംസാരിക്കണം, നിങ്ങളുടെ വിസയും റെഡിയാകും, ഒരു വീക്കിനകം നിങ്ങൾ പോകാനുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് 2 and 4 ടിക്കറ്റോടുകൂടി നിങ്ങൾ നാട്ടിൽ പോയിട്ട് വരുമെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, സഹോദരി ഒരിക്കലും ടിക്കറ്റ് അവർ തരത്തേ ഇല്ല, ലീവിൻ്റെ കാര്യം പോലും. ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവല്ലേ പറഞ്ഞത്, പോയി വിശ്വാസത്തോടെ ചോദിക്കുക എന്ന് പറഞ്ഞു. ദൈവം അത്ഭുതം എന്ന് പറയട്ടെ. ആ സഹോദരൻ ചെന്നു, അദ്ദേഹത്തിൻ്റെ വിസ വിതിൻ നോ ടൈം അടിച്ചു. തനിക്ക് പെട്ടെന്ന് തന്നെ ലീവ് സാങ്ഷനാക്കി. ഏകദേശം 1.5 മാസക്കാലത്തോളം തൻ്റെ ആഗ്രഹമനുസരിച്ച് മാതാപിതാക്കളെയും അവൻ്റെ കുടുംബത്തെയും കാണാൻ നാട്ടിൽ പോയി, ടിക്കറ്റോടുകൂടി പോയി വന്നു. അത് ആ സഹോദരൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതമായി പോയി. ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയെ താൻ അനുഭവിച്ചറിഞ്ഞു. സെയിം ടൈം ഞങ്ങളുടെയും വിശ്വാസം വർദ്ധിച്ചു. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു, കടന്നു വരുന്ന ജനത്തിന് വിടുതൽ കൊടുക്കുന്നു എന്നുള്ള ആ വിശ്വാസം ഞങ്ങളുടെ ജീവിതത്തിലും വർദ്ധിച്ചു. അതിനുശേഷം അദ്ദേഹമായി ചില ആത്മാക്കളെയൊക്കെ ഭവനത്തിൽ കൊണ്ടുവന്ന് വന്നവരെല്ലാവരും പാരമ്പര്യ ക്രിസ്ത്യാനികളായിരിക്കുന്നവരും ജാതികളായി നിന്ന് രക്ഷിക്കപ്പെട്ടു വരുന്നവരുമായ പ്രിയപ്പെട്ടവരായിരുന്നു. അങ്ങനെ തന്നെ ഇന്ന് വരെയും ചർച്ച നടന്നു പോകുന്നു. പെന്തക്കോസ് വിശ്വാസികളായ ഒരാൾ ചർച്ചിലുണ്ടെന്ന് പറയാൻ അങ്ങനെ കടന്നു വന്നു എന്ന് ഇപ്പോഴായി എല്ലാവരും അങ്ങനെ ഉള്ള അവസ്ഥയാൽ ദൈവകൃപയാൽ കടന്നു പോകുന്നു. അങ്ങനെ ഞങ്ങൾ 2016 മുതൽ 20 വരെ നമ്മുടെ ചർച്ചിൽ ഇങ്ങനെ മീറ്റിങ്ങുകൾ നടക്കുകയായിരുന്നു. അപ്പോൾ 2020 ലോകമാകമാനം വ്യാപരിച്ച ആ കോവിഡിൻ്റെ പ്രയാസം വന്നല്ലോ. അപ്പോൾ അന്നൊക്കെ ഒരുപാട് കർത്തൃദാസന്മാർ
മരിച്ച് വളരെ പ്രയാസത്തിൽ കർത്തൃദാസന്മാരും കർത്തൃദാസിമാരും നോർത്ത് ഇന്ത്യയിലും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഞാനും എൻ്റെ പ്രിയപ്പെട്ടവനും വളരെ ഞങ്ങൾ ഭാരപ്പെട്ട് എങ്ങനെ എന്തുകൊണ്ട് കർത്താവെ, ഞാൻ ദൈവത്തോട് ഒത്തിരി ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുന്ന, കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ച, അതിലേറ്റവും കൂടുതൽ എനിക്ക് ഭാരമായി തീർന്നത് പൗലോസ് എന്ന് പറയുന്നൊരു ദൈവദാസനെ പാസ്റ്റർ അറിയുമായിരിക്കും, തിരുവനന്തപുരത്തുള്ള ഒരു കർത്തൃദാസനാണ്. അദ്ദേഹം രക്തം കൊടുത്ത് കർത്താവിൻ്റെ വേല ചെയ്ത മനുഷ്യനാണ്. ആ കാലഘട്ടങ്ങളിൽ തൻ്റെ രക്തം ഡൊണേറ്റ് ചെയ്തിട്ട് ആ വില കൊണ്ട് സുവിശേഷ പ്രതി വാങ്ങി മറ്റുള്ളവരെ സുവിശേഷം അറിയിച്ച ഒരു ദൈവഭക്തനാണ്. ഒത്തിരി കഷ്ടം സഹിച്ചു, ഒത്തിരി അടികൾ കൊണ്ട് ദൈവത്തിന് വേണ്ടി ഒരു അപ്പോസ്തലനായ പൗലോസിനെ പോലെ നിന്നൊരു ദൈവഭക്തനാണ്. അദ്ദേഹം ഈ രോഗത്താൽ പെട്ടെന്ന് മരിക്കപ്പെട്ടു എന്ന് വാർത്ത കേട്ടത് എനിക്ക് വല്ലാത്ത ഭാരം, ദൈവത്തോട് തന്നെ ഒരു ഭാരമായി, ഒരു വേദനയാക്കി തീർത്തു. അങ്ങനെ ഞാൻ വളരെ ഭാരപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഭവനത്തിലും ഈ കോവിഡിൻ്റെ പ്രയാസം കയറി വന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് ഇതൊന്ന് ചെക്ക് ചെയ്യണമെന്ന് എൻ്റെ ഹൃദയത്തിൽ പ്രേരണ. ഞാനൊരു ഹെൽത്ത് വർക്കർ ആയതുകൊണ്ട് ആഴ്ചതോറും ഇത് ചെക്ക് ചെയ്യണം. അപ്പം ഞാൻ തലേദിവസം വൈകിട്ട് എൻ്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നിടത്ത് ചെക്ക് ചെയ്തപ്പോൾ നെഗറ്റീവ് എന്ന് വന്നതാണ്. പക്ഷേ ഞാൻ പിറ്റേ ദിവസം രാവിലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഉറങ്ങുന്ന സമയത്ത് 2 മണിക്കൂർ ഉറങ്ങിക്കാണും. പെട്ടെന്ന് ഞാൻ ഉണർന്നിട്ട് എൻ്റെ ഹൃദയത്തിൽ പറയുകയാണ്, ഇത് പോയി ചെക്ക് ചെയ്യണം. ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയുന്നത് ഞാൻ അന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ICUവിലെ ഒരു കുഞ്ഞ്, ഒരു പ്രഷ്യസ് ആയിട്ടൊരു കുഞ്ഞ്, അതിന് ഹാർട്ട് സർജറി കഴിഞ്ഞ് ഒരു കുഞ്ഞിനെയാണ് ഞാൻ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കോവിഡിൻ്റെ അവസ്ഥ എനിക്കുണ്ടെങ്കിൽ ഈ കുഞ്ഞിലേക്ക് വരും, ഈ കുഞ്ഞ് പോകും. അപ്പോൾ അത് ഞാൻ മുഖാന്തരം ആ കുഞ്ഞ് നഷ്ടമായി പോകരുതേ എന്ന് വിചാരിച്ച് ഞാൻ പോയി ചെക്ക് ചെയ്തതാണ്. പക്ഷേ യൂണിഫോം ഇട്ട് രണ്ടാമത് വീണ്ടും അതിൻ്റെ പ്രോപ്പറായ ഒരു ചെക്കിങ്ങിന് വേണ്ടി യൂണിഫോം ഇടാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, അപ്പോസ്തലനായ പത്രോസ് തൻ്റെ ലേഖനങ്ങളിൽ എഴുതിയിട്ടുണ്ട്, പ്രിയമുള്ളവരെ, അഗ്നിപരിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം സംഭവിക്കും, അതെങ്കിൽ നീ ആശ്ചര്യപ്പെടരുത്, ക്രിസ്തുവിൻ്റെ കഷ്ടത്തിൽ പങ്കാളിയാകും തോറും നീ സന്തോഷിച്ചു കൊള്ളുവീൻ. ഈ വചനത്തെ ഞാൻ മനസ്സിലാക്കിയപ്പോൾ, ഈ വചനം പലപ്പോഴും ഞങ്ങളുടെ സഹോദരിമാരിൽ പലർക്കും പല പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോൾ, നേരത്തെയുള്ള കാലഘട്ടങ്ങളിൽ ഒരു നെഫ്രോട്ടിക് സിൻഡ്രോമായിട്ടൊരു കുഞ്ഞ് കടന്നു വന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനം തന്നു. വചനത്തിൻ്റെ ശക്തി വെച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഡയാലിസിസ് ചെയ്യണമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ പൈതല ഒന്നും ചെയ്യാതെ സൗഖ്യമായിട്ട് ഭവനത്തിൽ പോയി. അപ്പം ഇങ്ങനെ പല എക്സ്പീരിയൻസുകൾ ഈ വചനം എനിക്ക് ലഭിക്കുമ്പോൾ ആ വചനത്തിൻ്റെ ശക്തി കൊണ്ട് പ്രാർത്ഥിച്ച് അതിന്മേൽ ജയം നേടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വിചാരം, ഈ ഒരു വിഷയത്തിനു മേലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകും, ഒരു കോവിഡ് പോസിറ്റീവ് വരും, അല്പം കഷ്ടം സഹിക്കും, രക്ഷപ്പെടുമെന്നുള്ളതായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം മറ്റൊന്നായിരുന്നു. അദ്ദേഹം 2021 മെയ് മാസം 26-നാണ് ഞങ്ങളുടെ ഇത് പോസിറ്റീവായിട്ടത്. എനിക്കും എൻ്റെ മകനും പ്രിയപ്പെട്ടു, ഞങ്ങൾ 3 പേരാണ് അന്നേരം അവിടെ ഉള്ളത്. എനിക്ക് 2 ആൺമക്കളുണ്ട്, അതിൽ ഇളയ മകൻ ഞങ്ങളുടെ കൂടെ അന്നേരം ഉള്ളൂ. അപ്പോൾ ഞാൻ ചുരുക്കത്തിൽ ആ വിഷയങ്ങൾ പറഞ്ഞാൽ, അദ്ദേഹം ഒരു 6 ദിവസത്തെ കാലത്തോളം ഇവിടുത്തെ ഡിഫൻസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി വെന്റിലേറ്ററിൽ കിടന്നു. അപ്പോൾ ഞങ്ങൾ സംസാരിക്കുമ്പോഴും അതിനു മുമ്പേ പരിശുദ്ധാത്മാവ് എന്നോട് പല വചനങ്ങൾ തന്ന് ഒരൊറ്റയ്ക്കുള്ള ലൈഫിൽ എങ്ങനെ ഉറയ്ക്കപ്പെടണം എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോഴും സാക്ഷാൽ ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നുള്ള വിഷയം ഞാൻ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ എന്തോ ഒരു ചിന്തകൾ വരുന്നു എന്നുള്ള ചിന്തയാണ് എനിക്കുള്ളത്. അപ്പോൾ തന്നെ അദ്ദേഹത്തെയും ദൈവം ദർശനങ്ങളെ കാണിക്കുന്നുണ്ട്, പല രീതിയിലുള്ളതായ സ്വപ്നങ്ങൾ തനിക്ക് ലഭിച്ചു. എന്നാൽ അതിൻ്റെ പൂർണ്ണതയിൽ താൻ എന്നോട് പറയുന്നില്ല. അദ്ദേഹത്തിനും മനസ്സിലായി, മരണം എൻ്റെ മുമ്പിലുണ്ട്, എൻ്റെ കാലാവധി ലോകത്തിൽ തീർന്നു, എന്നെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പദ്ധതി ദേശത്ത് തീർന്നു എന്നുള്ളത് താൻ പറയുന്നുണ്ട്. നാട്ടിലേക്ക് കടന്നുപോയി പൂർണ്ണ സുവിശേഷത്തിന് വേണ്ടിയും സമർപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പെട്ടിയൊക്കെ ലുല്ലൂന്ന് പോയി വാങ്ങിച്ചു വെച്ച്, പിന്നെ എല്ലാം ക്രമീകരിച്ച്, സാധനങ്ങളൊക്കെ എല്ലാം ബ്രാൻഡ് ന്യൂ ആയിട്ട് വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം വിറ്റ് എല്ലാം ക്രമീകരണമാക്കി നാട്ടിൽ പോകാൻ വേണ്ടി. പക്ഷെങ്കിൽ അപ്പോൾ തന്നെ തൻ്റെ ആത്മാവും തൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ പറയുന്നത്, ഇല്ല, ഞാൻ പോകത്തില്ല എന്നുള്ളതായ ഒരു കാര്യമാണ് തൻ്റെ പ്രവർത്തികളോട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും 2021 ജൂൺ മാസം 13-ാം തീയതി ഏർലി മോർണിംഗ്, ഒരു സൺഡേ ഏർലി മോർണിംഗ് 5 o'clock ആകുമ്പോൾ ഡോക്ടേഴ്സ് വിളിച്ചു പറയുന്ന വാർത്ത, നിൻ്റെ ഭർത്താവ് ലോകത്തിലില്ല എന്നുള്ളതാണ്. മറ്റുള്ളവർ അലറിക്കരയുന്നത് പോലെ അലറിക്കരയുവാനും വേദനപ്പെട്ട് ഞരങ്ങുവാനൊന്നും ദൈവം എന്നെ അനുവദിച്ചില്ല. എന്തോ ഒരു മനോധൈര്യം, അത്യന്തമായൊരു ശക്തി എനിക്ക് ദൈവം നൽകി തന്നു. ഞാൻ അത് ശരിയായൊരു വിഷയത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ പറഞ്ഞല്ലോ, ഭവനത്തിനകത്ത് വളർത്തപ്പെട്ട് ഞങ്ങൾ കടയിൽ പോവുകയോ ഒരു സാധനം വാങ്ങിക്കുകയോ അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും എനിക്കില്ല. ഹോസ്റ്റലിലായിരുന്നു 10 വർഷം നമ്മൾ വടക്കേണ്ടിയിലാകുമ്പോഴും അത്രയും വലിയ, അത് പിന്നെ കൂട്ടുകാരുടെ കൂടെയൊക്കെ അടുത്ത പ്രദേശങ്ങളിൽ പോയിട്ടുണ്ടെന്നുള്ളൂ. ഈ ദേശത്ത് വന്നു കഴിഞ്ഞാൽ ഇത്രയും വർഷക്കാലവും അങ്ങനെ ഒരു കടയിൽ പോയി തന്നെ ഒരു സാധനം മേടിക്കാനോ ഒന്നും ഞാൻ പോയിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബാങ്ക് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ എനിക്കറിയില്ല. ഞാൻ ജോലിക്ക് പോകുന്നു, വീട്ടിൽ വന്ന് കിച്ചൺ കാര്യങ്ങൾ നോക്കുന്നു, പ്രാർത്ഥന നടക്കുമ്പോൾ പുറകിരുന്നു പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, ഇത്രയൊക്കെ പരിപാടി നമുക്കുള്ളൂ. മറ്റ് ഭവനത്തിലെ യാതൊരു കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ എനിക്ക് ഒന്നും അറിയില്ല. അങ്ങനെ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഭാരപ്പെട്ട് എന്ത് ചെയ്യണമെന്നൊക്കെ മനസ്സിൽ വേദന ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നുണ്ട്.
അങ്ങനെ ആ സമയത്ത് ഞാൻ വളരെ ഭാരത്തോടിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മരണം കഴിഞ്ഞു. അപ്പോഴേക്കും ഒരു ദൈവദാസൻ, നമ്മളെ അറിയുന്ന ഒരു ദൈവദാസൻ ആ വിഷയത്തിന് മേലെല്ലാം കൈകാര്യം ചെയ്ത് ഫ്യൂണറൽ അന്ന് നാട്ടിൽ നമുക്ക് കൊണ്ടുപോകാനൊക്കത്തില്ല, ഇവിടെ തന്നെ ഫ്യൂണറൽസ്, അതൊക്കെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരമാണ്. കാരണം ഫ്യൂണറലിന് വേണ്ടി ആൾ ചെല്ലാൻ പറ്റില്ല, 2 പേര് ആ സമയത്ത് ചെല്ലാൻ പറ്റുള്ളൂ. കാരണം ഡെൽറ്റ വേവ് വളരെ സീരിയസ് ആയ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുക. അന്ന് മരണപ്പെടുന്നവരെ 2 പേര് കൊണ്ട് 2 പേരെടുത്ത് വേണം, 2 പേര് മാക്സിമം, 2 3 അല്ലെ 5 പേരൊക്കെ മാക്സിമം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ആ മരണത്തിന് അനേക പ്രിയപ്പെട്ടവർക്ക് കടന്നു വരുവാനും അത് നാട്ടിലൊക്കെ ശുശ്രൂഷകൾ ചെയ്യുന്ന, അന്ന് നാട്ടിൽ ഈ രോഗത്താൽ ഭാരപ്പെടുന്നവരെയൊക്കെ അവരുടെ സ്വന്തം കുടുംബത്തെ പോലും കാണിക്കാതെ മാറ്റിക്കളയുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ തൻ്റെ ഭക്തനെ കർത്താവ് ആ വിഷയത്തിലൊക്കെ സഹായിച്ചു. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ സൽമാബാദ് സെമിത്തേരിയിൽ ആ ഫ്യൂണറൽ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം തൻ്റെ ദാസന്മാരെ ഒരുക്കി തന്നു. എല്ലാ രീതിയിലും ആ ക്രമീകരണങ്ങളെല്ലാം കർത്താവ് ചെയ്തു. എന്നാൽ ഞാൻ ആ സെമിത്തേരിയിൽ നിന്ന് കയറി വരുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നു അന്നേരവും ഞാൻ കരയുമെന്ന്. ഞാനൊന്നും കരയുവാനോ എൻ്റെ കണ്ണിൽ നിന്ന് ഒരു കണ്ണുനീര് വരാനോ ദൈവം എന്നെ അനുവദിക്കുന്നില്ല. മാനസികമായിട്ട് ഞാൻ ചിന്തിക്കുന്നുണ്ട്, തീർന്നോ, എനിക്ക് തീർന്നോ എന്ന് ചോദിക്കുന്ന, കുടുംബജീവിതം തീർന്നോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്, സുവിശേഷ വേല തീർന്നോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒത്തിരി ആഗ്രഹം ചെറുപ്പം മുതൽ കാണിച്ചിരുന്ന എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു സംരംഭം, ഇങ്ങനെയൊരു പ്രത്യേക സിറ്റുവേഷനിൽ ഞാൻ എത്തിയാൽ കർത്താവിൻ്റെ വേല എങ്ങനെ ചെയ്യും? ഇനിയും ഭർത്താവില്ലാതെ ഒരു സഹോദരിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? ഇതൊക്കെയായിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻസ് മുഴുവൻ. കർത്താവെ, ഇതിനു വേണ്ടിയായിരുന്നോ എന്നെ ബഹ്റിനിൽ കൊണ്ടുവന്നത്? ഇത്രമാത്രം എന്നെ കൊണ്ട് അങ്ങ് ആഗ്രഹിച്ചിരുന്നുള്ളൂ? ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. പക്ഷേ പിറ്റേ ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് വചനം വായിക്കാൻ, എന്ത് ചെയ്യാൻ, എനിക്ക് എൻ്റെ പൊടിക്കുഞ്ഞു മാത്രമേ ഉള്ളൂ, ഈ സംസാരിക്കാൻ ആരുമില്ല, ഈ പ്രയാസമായതുകൊണ്ട് അത്ര ഒത്തിരി പേരൊന്നും വീട്ടിൽ കയറി വരാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ വചനം വായിക്കാൻ 6 മണിക്കൂർ, തൻ്റെ ഫ്യൂണറൽ ശുശ്രൂഷ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം 6 മണിക്കൂർ ഇരുന്ന് ദൈവവചനം വായിച്ചു. എല്ലാവരും വിചാരിക്കും കണ്ടാൽ എനിക്ക് ശരിക്കും ഓളം തെറ്റിയോന്ന് അറിയില്ല, അങ്ങനെ അനുഭവം തോന്നും. പക്ഷെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കും. അങ്ങനെ ഇരുന്നപ്പോഴാണ്, പാസ്റ്റർക്ക് അറിയാമല്ലോ സണ്ണിച്ചായനെ, അപ്പോൾ സണ്ണിച്ചാൻ ഞാൻ സത്യത്തിൽ സൂമിൽ പ്രസംഗിക്കുവോ മറ്റൊരു മീറ്റിങ്ങിൽ പോയി പ്രസംഗിക്കുകയോ ഒന്നും ചെയ്തില്ല. ലേഡീസിൻ്റെ മീറ്റിങ്ങിനൊക്കെ അല്പാൽപമായിട്ടൊക്കെ വചനം പറയാനറിയാം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കും, ഇങ്ങനെയല്ലാതെ സൂമിലൊരു വലിയ ശുശ്രൂഷയൊന്നും ഞാൻ ആ കാലഘട്ടം വരെ ചെയ്തിരുന്നില്ല. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ജോയ്സിനൊരു ശുശ്രൂഷ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെ ഫുജറയിൽ തൻ്റെ ഒരു സഹോദരൻ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ ഒരു സൂമിൽ മീറ്റിങ്ങിൽ പ്രസംഗിക്കാനൊരവസരം. പക്ഷേ ഏത് ആത്മധൈര്യത്തോടാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ അതുവരെയും ചെയ്തിട്ടില്ല. എൻ്റെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഒരിക്കലും ഒരു വ്യക്തിക്ക് ചെയ്യാനും കഴിയത്തില്ല. പക്ഷെങ്കിൽ കർത്താവ് എന്നെ ശക്തീകരിച്ചു. അനുഗ്രഹിക്കപ്പെട്ടൊരു ശുശ്രൂഷ അവിടെ ആരംഭം കുറിച്ചു. അന്ന് മുതൽ ദൈവത്തിൻ്റെ കൃപയാൽ എല്ലാ മാസങ്ങളിലും എല്ലാ ആഴ്ചകളിലും എന്ന് പറയാം, സൂമിൽ അനേകമായ ദൈവീയ ശുശ്രൂഷകളെ ചെയ്യുവാൻ ദൈവം എനിക്ക് അവസരം ഒരുക്കിക്കൊണ്ടു. ഇവരെ ആരെയും ഞാൻ അറിയുന്നതല്ല. ഈവൻ ഈ ആസയർ ചാനലിലേക്ക് പരിചയപ്പെട്ടപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. കർണാടക ചാനലിൽ ഞാൻ എങ്ങനെ സാക്ഷ്യം പറയാൻ ഒരു അവസരം. അപ്പോൾ ദൈവത്തിനൊരു മനുഷ്യനെ കൊണ്ട് പദ്ധതി ഉണ്ടെങ്കിൽ ദൈവം അതിൻ്റെതായ വഴികളെയും കണക്ഷൻസിനെയും ഒക്കെ കൊണ്ടുതന്ന് നമ്മളിൽ ദൈവം ചെയ്ത പ്രവർത്തികളെ മറ്റുള്ളവരോട് ഘോഷിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ നീതിയും പ്രവൃത്തിയും വെളിപ്പെടുമെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ എൻ്റെ ജീവിതാനുഭവത്തിൽ കൂടെ കഴിഞ്ഞു.